നിൽക്കുകയാണെങ്കിൽ ഒരു 10-30 ഡോക്ടേഴ്സ് ഓൾറെഡി കോവിഡാണ്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒത്തിരി പേരുണ്ട്. ആ രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ വളരെ നല്ലൊരു ഗൈഡ് ലൈൻസ് നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കാൻ കഴിഞ്ഞു. കോവിഡ് ഗൈഡ് ലൈൻസ് ദിനേശ് ഭായും ടീമും അത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദിസ് ടൈപ്പ് ആയിരുന്നു. അത് നമ്മൾ വളരെ എല്ലാ മറ്റ് ഓഫീസ് ബേറേഴ്സിന്റെ ഒക്കെ എല്ലായിടത്തും നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു കാര്യമാണ്. സോ മൈ സിൻസിയർ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദിനേശ് ഭായ് ഫോർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. ദെൻ കോവിഡ് റെസ്പോൺസ് ടീം നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ ഓരോ ബ്രാഞ്ചുകളിലും വളരെ നന്നായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം വളരെയേറെ സ്പ്രെഡ് ഉള്ള ഒരു സമയമാണ്. അതുപോലെ വയനാട് നമ്മുടെ സ്വാബ് കളക്ഷനും കാര്യങ്ങളിലും ഒക്കെ എത്രയേറെ മുന്നോട്ട് പോയി നമ്മൾ. അതൊക്കെ നമ്മുടെ ഇടയിലുള്ള കൂട്ടായ്മയുടെ ഒരു ഭാഗമായി തന്നെ നമ്മൾ കാണണം. അതുപോലെ കൊയിലോൺ ബ്രാഞ്ചിൽ അവർ സ്വാബ് കളക്ഷൻ ഒക്കെ ചെയ്തത് മെറ്റിക്കുലസ് വേയിലാണ് ഓരോരുത്തരും ചെയ്തത്. ഇപ്പൊ അവർ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് പോയി എന്നതോട് കുറച്ച് കാര്യങ്ങളൊന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. എങ്കിലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ഇതിന്റെ ഒരു കാര്യം ചെയ്യാൻ ഷാജോട്ടൻ ടീമും എടുത്ത ആ ഒരു പ്രവൃത്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഷുറൻസ്, ഹോപ്പിന്റെ ഇൻഷുറൻസ് നമ്മള് വളരെ കൃത്യമായ രീതിയിൽ യൂണിവേഴ്സൽ സോംബോ എന്ന കമ്പനിയുമായിട്ട് ഇഡിൽവൈസ് അവര് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ക്ലെയിമുകൾ വാങ്ങിയെടുക്കാൻ ചെറിയ ഹിക്കപ്സ് ഉണ്ട്. അത് കൂടുതൽ കാര്യങ്ങൾ ഹുസൈൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കുള്ളത് അതിലുള്ളത് രക്ഷകന് 72 hours ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അത് CFLTC മതി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ ആരും മടിക്കേണ്ടതില്ല. എന്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിലും ആരെങ്കിലും വിളിക്കാൻ നമുക്ക് ഒരു മടിയും വിചാരിക്കേണ്ടതില്ല. അതുപോലെ നമ്മുടെ ഹോപ്പ് സെക്രട്ടറി, പിന്നെ മെഡിയുടെ റിന്യൂവൽ, അതും ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ ഒരു വിത്തിൻ 1 week ആണ് 2.5 കോടി രൂപ നമ്മൾക്ക് കളക്ട് ചെയ്ത്. ഒരു പുതിയ ഇൻഷുറൻസ് ഏജൻസിയാണ്. അത് വളരെയേറെ ആലോചിച്ച് വളരെയേറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ആ ഒരു കാര്യം ചെയ്തത്. ഓരോ മെമ്പേഴ്സും ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തോന്നുന്നു 6000 രൂപ കഴിഞ്ഞ വർഷത്തെക്കാളും കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ തെറ്റിപ്പോയതാണോ എന്ന് തന്നെ വിളിച്ചിട്ട് ഒരു മെമ്പർ എന്നോട് ചോദിച്ചു. അപ്പോ അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ. എന്റെ ഒരു പർട്ടിക്കുലറായ ഒരു ഇതായിരുന്നു ഈ വർഷം എന്താണെങ്കിലും നല്ലൊരു കുറവ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മള് കോസ്മോസ് അലക്സാറിൽ വിട്ടിട്ട് ഞാൻ മെമ്പേഴ്സിനോട് പറയാണ്, അങ്ങനെ അതിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വിളിക്കാൻ മടിക്കരുത്. കാര്യങ്ങൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ സ്റ്റേജിലാണ് ഇൻഷുറൻസ് കമ്പനി എന്നുള്ള കാര്യം എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ക്ലാസ്സുകൾക്ക് ശേഷം എനിക്ക് കാര്യം പറയാം. താങ്ക് യു. Thank you, Joseph Bhai, for that fair appraisal of our activities and also those kind words you had for me. Before starting any auspicious program, we know that we have a system of having a prayer. I would say that I'm not very much a very religious person in that strictest sense, but I would like to start this program with a particular prayer. And let me have it for you. Can you see this? Yes. Is it? Yes. Yeah. Serenity, courage. Yes, that's a serenity prayer which was written by a famous philosopher, an American philosopher, Reinhold Niebuhr wrote this. And I'm a big fan of this. And I think that it has a profound meaning for this particular scenario that we are facing. God grant me the serenity to accept the things that I cannot change, courage to change the things I can, and the wisdom to know the difference. Yeah. So that's actually what we are planning to do today, to have the serenity, to have the composure, to accept certain things that are beyond our control. ശരിക്കും നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷൻ, the coronavirus and many things
with regard to it, it's beyond our control. There are some certain things which we need to accept. And what are the things we need to accept that we have to understand? Then we need to have the courage to change what we can, to do what we can. So to have that courage, we need to have the right kind of information, right kind of knowledge, and the right kind of support. That's what we are trying to provide today with the information, what the organization is doing and all that, and the wisdom to know the difference between the two, what we can accept, what we can change. So this is basically in a nutshell what this program is all about. And once again, I may summarize what the intention of this. And before telling that, I have one question for all, which is a burning question in the graduate parlance, I would say. കാരണം എല്ലാവരും graduates, new graduates especially ഒരു കാര്യം ചോദിക്കാറുണ്ട്, why should I join a professional organization? Your question, this is a very, very pertinent question to all of them. And many of them, unfortunately, tend not to join. അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട്. കാരണം they don't find any worth in it. They don't feel it's worthy enough. This is very unfortunate, I would say. അപ്പം ഇവിടെ നമ്മൾ we are addressing that question also. Why do you need a professional association? There are many reasons, I would say. The professional part is there, the skill enhancement part, we can improve our soft skills, hard skills, all the continuous education programs are there. We can again fine tune our talents, individual talents, sporting talents, cultural talents, all those opportunities are there. But I would say the very, very key point, the primary responsibility of an association and the primary objective of joining a professional association is this. Because with a professional association, like in IDA, we are all dental professionals and we share almost the same kind of life on a day-to-day basis. We share or live the same kind of life. It's a common thread. We face the same kind of situations every day in our clinic, and we go through the same kind of trauma. We go through the same kind of difficult situations. This bonding, this common thread that makes a professional association different, and make joining a professional association imperative also for any new graduate, because the kind of support, the secure feeling that we have going through a difficult period, that a body is behind us, a strong body is behind us, a group of members are behind us. This feeling നമുക്ക് തരുന്ന security വലുതാണ്. About the basic intention of this program is to reinforce this security in you, in our members, and to reassure our members that you are not alone in getting through this crisis. You are not alone in fighting this pandemic. You're not alone in fighting this insecure situation. A group is there to support you, and we all are together. We have to collectively tread this path, and we have to tide over this crisis together. ഈ ഒരു കോൺഫിഡൻസ് നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള intention of this program. And it won't be I would say ഒരു വലിയൊരു academic session ആയിട്ട് I don't plan to do it like this. I don't have the credentials also. Honestly, I would say I don't have the credentials to conduct an academy, because the kind of information I have, everybody, we are all equals here. So what we are planning to do will be an interactive session where everyone can chip in with their suggestions, all kinds of suggestions. But what we'll be leading it, I'll be leading it in the sense that I'll be focusing on what the Indian Dental Association has been doing and what we need to do, some of the basic things like that. Everybody will be knowing that, but just to reassure you and to reinforce and refresh your knowledge, that's all. So to start with, I would say that you have every right to stop me if there's anything wrong in my, or if there are any clarifications to be made. So then again, later, as Dr. Shaju mentioned, we would be joined by my panelist, Dr. Antony Thomas, the past president of IDA Kerala State and past secretary of IDA Kerala State. Again, he is currently the coordinator, the chairman of the district committee of representing IDA Kozhikode. The district committee that is being formed in different districts by the IDA Kerala State. That's a beautiful initiative of IDA Kerala State, I would say. IDA Kerala State and the IDA Kozhikode unit head another Dr. Antony Thomas. He will be chipping in with his views, and Dr. Hussain Manikfan will be joining, as he is the Hope Secretary of our branch. So he will be clarifying things with regard to the insurance part of what we need to do when we are faced with such a positive situation.
then we have a very one of the highlights of this programs would be the first-hand experiences of some people who had been through this difficult situation. Our own beloved past president and the HOD of Department of Orthodontics, KMCT, he's here with us. It's a big blessing to have someone like Dr. Binu Purushothaman to share his views with us. And I'm sure it will be a big boost of morale for all of us. So that's how the program will be. Now, I would like to, first of all, start with what idea Kerala State and we have tried to do, because that's an interesting, ഒരു തമാശ പോലെ എനിക്ക് പറയാവുന്നത്, കാരണം ഏപ്രിൽ മെയ് സമയത്താണ് I was trusted upon giving a drafting document, a guidance document for the dentist. ഒരു guidelines draft ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. At that time when we started, I would say that ഒരു മാർച്ച് ഏപ്രിൽ സമയത്ത് ആണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് we were very apprehensive about the situation in Kerala at that time, and we were very particular that our dentists should be in a position to address this, and what all precautions we need to take in the clinic. ഇതൊക്കെ നമ്മൾ വളരെ careful ആയിട്ട് we prepared that. But I would ഫല ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. Yes. Just a minute. Regret for the time delay, because again it takes some time for the screenshot. ഞാൻ പറയുന്നത് ആ COVID-19 guidelines നമ്മൾ prepare ചെയ്യുന്ന സമയത്ത് the situation was entirely, from looking back in hindsight, I would say that the situation was very safe or much better than what we have now. This is the guidance handbook. It's a beautiful book, a guidance handbook for practitioners as well as auxiliaries. ഇത് രണ്ടുപേർക്കുള്ള എല്ലാ റെക്കമെൻഡേഷൻസും ഗൈഡ്ലൈൻസും ഉണ്ട്. I would request all of you to go through this once now, because this is the time we have to be careful about what all the precautions, to know about what are the precautions to take and to implement those precautions in our day-to-day practice. ഇപ്പോൾ ഇതാണ് ശരിക്കുള്ള റൈറ്റ് ടൈം, ബിക്കോസ് I would say നമ്മുടെ കറണ്ട് കോവിഡ് സിറ്റുവേഷൻ അന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് it was around we were the number one position. നമ്മുടെ ആപ്പാടെ the stage of spread was actually ഒരു primary സ്റ്റേജിലോ മാക്സിമം ഒരു ക്ലസ്റ്റർ സ്പ്രെഡിൽ മാത്രമായിരുന്നു കേരളം ഉണ്ടായിരുന്നത്. At that situation, ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഗൈഡൻസും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തത്. Actually, our government and our health department have done tremendously well to check in that initial stages. നമുക്ക് hats off to them. നമ്മൾ ശരിക്കും പറഞ്ഞേ പറ്റൂ. We have to give it to them. But now the situation unfortunately has totally changed. There may be a number of reasons for that. പക്ഷേ ഇപ്പോഴത്തെ situation where it's quite alarming, we have to say. കാരണം the COVID situation now, Kerala is unfortunately number one for all the wrong reasons, I would say. Karanam, everything is increasing. The test positivity rate, it's a big indicator. Test positivity rate across India is coming down. It's almost 10 point something around, but now it's hovering around 13% in Kerala. Test positive rate. There are some other indicators as well, like the R0 value in the R0 value is the reproductive rate of this virus. This is a very important thing. The R0 value, if it goes high, we know that the rate of increase would be much higher. And the R0 value, fortunately across the world and in India, for the first time after this virus, this COVID started, for the first time in the last week of September, it went below 1. R0 value came to around 0.9 across the world, and in India also 0.91. But unfortunately here the R0 value is rising. It's around 1.4 now. It's rising high. Again, in Kerala alone, the R0 value is 1.35 to 1.4. Situation is alarming. Then again, there is something called the moving growth rate in Varena. For a moving growth rate is what many of you may be knowing. For a particular duration of period, if there is a number, like for the last 7 days, the moving growth rate was 28 in Kerala state, whereas the national average was only 7. Again, for the last 30 days, the moving
growth rate of COVID-19 in Kerala was 96, whereas the national average was only 46. So that's the situation we are facing now, where the thing is rising every other day. And this is the time where we have to go through our guidelines once again and make sure everything is in place in our clinic as well as in our daily life. അതിനൊരു വളരെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ one of the main intentions of this program is to let you know about what all things Idea Kerala State under its separate wings. Idea Kerala State നമുക്കറിയാം പല segments are there, പല wings are there, and under all these wings we have been trying to do a lot of things to help our members. The Idea Kerala State Office has been doing, and one is Idea Mark, as you know, the marketing wing, where all these kind of disinfectants, personal protective equipment, all we have tried to supply to the members, distribute to our members. And another one people may not be knowing is Idea CAN, the clinical accreditation project of Idea Kerala State. We have, why I am mentioning here it is because we have a website for Idea CAN that I would like to introduce to you here. That is the www.ideacan. I'll log into it because it has a lot of valuable information. Almost all the information, I would say, with regard to how we can tide over this particular pandemic situation. All the consent things are there, all the government guidelines are there, all these things are there. We'll have a look at that website. Everyone, I would request you to check out this website. This is a very useful website you can access on a day-to-day basis, where on the home page you can see a title heading COVID resources. Under the COVID resources, we have all the Idea advisories and all the government circulars. What all? Yes. Please share your screen, sir. കാണുന്നില്ല. Screen sharing പോയിട്ടുണ്ട്. Can you see it now? ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? Sir, ആയിട്ടുണ്ട്. ഇപ്പോൾ വരും. Started screen sharing. Right. Yeah. Visible, sir. Yeah. Yes. Yeah, COVID Resource Center. COVID Resource Center. This is not the home page, but the home page is. This is the Idea CAN official website homepage. And as I said, I would request all of you to check out this www.ideacan.in. And we have this COVID resources here. COVID resources, if you click in that, you can access all the relevant material with regard to the guidelines. The Idea advisories are there. We have the national guidelines, and we have all the specialty guidelines and the Kerala state guidelines as well. We have the government circulars. A number of government circulars have come. We won't be in a position to check out all the government circulars going to that website. But relevant we have provided here. This is the government of Kerala, March 24th, the infection control precautions and the guidance for dental care settings. The first thing I would suggest and request and instruct also all the members is to, because this is the time to go and reinforce and revisit and refresh all our basic knowledge, first of all. That's നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു സമയമാണത്, because this is the time we need to do that. April, May compare ചെയ്യുമ്പോൾ it was a much safer situation then. This is the time, the coming 1 month would be the most alarming period as far as Kerala is concerned. നമ്മൾ peak ചെയ്യുന്ന time ആയിരിക്കും. For at least till December, we have to be extremely careful and go through all these guidances, all these guidelines, both by the association and this would be updated on a day-to-day basis. ഇപ്പോൾ പോലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. It would be all the latest guidelines with regard to what is relevant for us would be updated here. So that is with regard to our website. So അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. And after in the final word we can have in the interactive session, we can have particular doubts if anyone has with regard to the
guidelines and with regard to the precautions we need to the clinic, we need to do in the clinic, we can have it one by one there. Other details would end. Arkengill adinte doubt undengil we can have it. We can have a discussion, the detailed discussion on the guidelines as to what should be implemented in our clinic. Okay. So that is with regard to the basic things that we need to be careful about now. Clinical infection things. ഞാൻ പറഞ്ഞ മാതിരി everything latest ആയിട്ടുള്ള updates ആണ്. CDC updates നിങ്ങൾക്ക് ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഓൺ വെബ്സൈറ്റ് ആണ്, അതിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതാണ്. Disinfection protocol in our clinic, what all things are, consents in the risk assessment upfront നമ്മൾ ചെയ്യേണ്ട കാര്യം പേഷ്യൻസിന്റെ കാര്യത്തിൽ അതൊക്കെ ഇപ്പോൾ ഒന്നും കൂടെ റീഇൻഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ ശരിക്കും. ആ കോവിഡ് റിസ്ക് അസസ്മെന്റ്, ദാറ്റ് പിന്നെ നമ്മളുടെ ആ ഒരു പ്രീ ക്ലിനിക്കൽ മൗത്ത് വാഷ് പറയുന്നത്, കോവിഡ് അയോഡൈൻ മൗത്ത് വാഷ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ശരിക്കും നമ്മൾ വെരി വെരി പെർട്ടിക്കുലർ ആയിട്ട് വെരി പ്രോംപ്റ്റ് ആയിട്ട് റീഇൻഫോഴ്സ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ടൈമാണ് ഇത്. We can, അതൊരു elaborate സംഗതി ആയതുകൊണ്ട് I am not going to all those guidelines in detail now, but the thing is available for you in our website at www.idacan.in, where the COVID circulars, COVID advisories are there. So that's it regarding that. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ we can come across a lot of situations where we can be a primary contact, we can be a secondary contact, or we can be a COVID positive person. അപ്പം ഇതിൽ each situationൽ what should be our mode of response, how we should be dealing with each particular situation. If we are a primary contact, what should be that? We'll see that first. ഈ primary contact എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് after some time a call is coming from the RRT or the health department or the local body that he has been tested positive and he has visited your clinic. So inganathe oru situation variyaanenkil, is this visible for you now, the high risk exposure? Unni? Right sir, right. Visible aanu. Visible aanallo alle? Okay. Yeah. This is the most important thing we have to know here, right? Primary contact ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the thing is അത് കാണുന്നില്ല കേട്ടോ. What I can see is your screen. Your screenshot മാത്രമേ കാണുന്നുള്ളൂ. സ്ക്രീൻ ഷെയർ ആയിട്ടില്ല. സ്ക്രീൻ ഷെയർ ആയി, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. അതാണ് ഈ അത്ര ടെക് സാവി അല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങൾ താഴത്തെ സ്ലൈഡ് ഷോ ഇല്ലേ, അതിന്റെ ഐക്കൺ ഒന്ന് അമർത്തിക്കോളൂ. താഴത്തെ ഒരു സ്ലൈഡ് ഷോന്റെ ഐക്കൺ ഉണ്ടാവും. സ്ക്രീൻ ഷെയറിംഗ് ആണ്. ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇമേജിൽ ക്ലിക്ക് ചെയ്യും. അത് ഒന്നുകൂടെ സ്ക്രീൻ ഷെയറിംഗ് ആണ്. ഫോർത്ത് ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി. അതെ, എന്തെങ്കിലും ഒന്ന് ഹാങ് ആയി തെറ്റായി വരുന്നുണ്ടോ? high risk exposure. Yeah, high risk exposure. അതാണ്, സോറി ഫോർ ദാറ്റ് ടെക്നിക്കാലിറ്റി അതിന്റെ കാര്യത്തിൽ. പിന്നെ high risk exposure, this is what I want to explain, because primary contact എന്നുള്ള ഒരു, as I said, someone is calls you and said that so and so is tested positive and he happens to be a patient of yours, or he or she has visited your clinic. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ immediately what is that, whether it's a high risk exposure or a low risk exposure നമുക്ക് assess ചെയ്യാൻ പറ്റണം. So this is what a high risk exposure is. Because having face-to-face contact with a COVID-19 case within 1 meter for more than 15 minutes, performed aerosol generating procedures, or having accidental exposure to body fluids. All these things, here is the caveat here, without recommended PPE or with possible breach of PPE. But if you are to do any one of this, or if you are to have undergone any one of this, if you have performed an aerosol generating procedure, if you have been face-to-face contact with a COVID-19 positive case within 1 meter for more than 15 minutes, ഒരു പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ അത്ര ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, ഹാവിങ് ആക്സിഡന്റൽ എക്സ്പോഷർ ടു ബോഡി ഫ്ലൂയിഡ്സ്, പക്ഷെങ്കിലും ബ്രീച്ച് ഓഫ് PPE ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.
അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഹൈ റിസ്ക് എക്സ്പോഷർ ആവാതിരിക്കുക എന്നുള്ളതാണ് എവറി ഡെന്റൽ പ്രൊഫഷണൽ ഓർ ഡെന്റൽ സർജൻ ഷുഡ് കീപ് ഇൻ മൈൻഡ്, എസ്പെഷ്യലി ആ മെമ്പേഴ്സ്. കാരണം ഹൈ റിസ്ക് എക്സ്പോഷർ ആവാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് ആ PPE ഷുഡ് ബി ഇൻടാക്ട്. എസ്പെഷ്യലി ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് ഇവിടെ. ഓൺലി 3 things we have to take care of. One is the face shield. Face shield is very, very important. Then a surgical mask, if you are doing a normal kind of interaction or a consultation or something like that, surgical mask is more than enough. But if you are doing an aerosol generating procedure, N95 mask is needed. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് വാട്ട് ആർ ദ PPE റിക്വയർഡ് ഫോർ ഈച്ച് പെർട്ടിക്കുലർ പേർപ്പസ് അല്ല. അത് ഒന്നും കൂടെ നമ്മൾ പോയിട്ട് റീവിസിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മൾ ആ നോളജ് വി ഷുഡ് റിഫ്രഷ് ആൻഡ് വി ഹാവ് ടു ഇംപ്ലിമെന്റ് ഇറ്റ് വിത്ത് ഓൾ സീരിയസ്നെസ്. അതാണ് ഈ റെക്കമെൻഡ് PPE നമുക്ക് അറ്റ്ലീസ്റ്റ് വി ക്യാൻ സേ. അത് നമ്മുടെ ബാക്കി ഏപ്രിലിന്റെ കാര്യത്തിലൊന്നും യാതൊരു പെർട്ടിക്കുലർ ഇതും പറയുന്നില്ല. സ്റ്റിൽ ദ തിങ് ഇസ് ദാറ്റ് വി നീഡ് ടു ഹാവ് എ ലോങ് സ്ലീവ് ഗൗൺ, എ കോട്ടൺ ഗൗൺ, അത്ര മാത്രമേ പറയുന്നുള്ളൂ. But the important thing is this is a droplet infection. Droplet spread മാത്രമേ ഇപ്പം നമുക്ക് completely conclusively proven ആയിട്ടുള്ളൂ. So we need to have this face shield, an appropriate mask, gloves is a given thing, and plus you need to have a goggles if possible. അപ്പം ഇത് മൂന്നുമാണ് important thing. So otherwise we are a low risk exposure. Okay. Right. Screen sharing. Then സാർ വേണമെങ്കിൽ ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഒന്നുകൂടി കയറിയാൽ മതി സാർ, ഹാങ് ആവുകയാണെങ്കിൽ. അല്ല അത് ഹൈ റിസ്ക് എക്സ്പോഷർ ആണ്. ഇപ്പൊ ഇസ് ദിസ് വിസിബിൾ ആണോ? ഹൈ റിസ്ക് എക്സ്പോഷർ 14 days ക്വാറന്റൈൻ കാണുന്നുണ്ടോ? ഇല്ല അത് കാണുന്നില്ല. ആണോ? ശരി, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ഇതൊക്കെ. Okay, let me. I'll read out for you. That will be better, I think. Because high risk exposure we have to be particular about the quarantine thing. 14 days quarantine is needed. We need to test for go for RT-PCR test between the 5th and the 14th day. We RT-PCR test and we have to complete the 14 days quarantine, even if the test is negative. That's a high risk exposure. The 14 days quarantine is a must, and we have to do an RT-PCR between the 5th and the 14th. Ideally, it will be the 7th or 8th day. That's a high risk exposure. I think if anyone has any clarification with regard to this, we can have it right now. That's a primary contact. The thing we need to Dr. Dinesh. Yes, hello. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം പിന്നെ ഒരു 10th ഡേ അല്ലെ 12th ഡേ നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് RT-PCR ചിലപ്പം നെഗറ്റീവ് ആകണമെന്നില്ല. അപ്പം ആന്റിജൻ ടെസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആന്റിജൻ ടെസ്റ്റ് നമ്മളൊരു ഗ്രോസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണല്ലോ പ്രധാനമായിട്ട് ആന്റിജൻ ടെസ്റ്റ് നോക്കുന്നത്. ഒരു സെൻസിറ്റൈസേഷൻ ആന്റിജൻ ടെസ്റ്റ് ഇനിഷ്യലി സ്ക്രീനിങ്ങിന് ആന്റിജൻ ടെസ്റ്റ് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതേ ഒരു എറർ ഈ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഉണ്ടാകാൻ സാധ്യതയില്ലേ? കാരണം ആന്റിജൻ ടെസ്റ്റിന്റെ സ്പെസിഫിസിറ്റിയെ പറ്റി 50% എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ RT-PCR പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു കൺഫർമേഷൻ ആയിട്ട് ആന്റിജൻ നോക്കുന്നു. അപ്പൊ അവിടെ ഒരു എറർ ഫാക്ടർ വരാൻ ആന്റണി, കൺഫർമേഷൻ ആയിട്ട് ആന്റിജൻ ഒരിക്കലും നോക്കാൻ പറ്റില്ല. അല്ല കൺഫർമേഷൻ അല്ല, ഞാൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഞാൻ എന്റെ ഉള്ള അറിവിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആന്റിജൻ ടെസ്റ്റ് നമ്മളൊരു മാസ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡോക്ടർ ദിനേശ് പറഞ്ഞ പോലെ 5th to 8th or 14th ഡേ വരെയാണ്. ഐഡിയലി 7th 8th ഡേ ആണ് RT-PCR നോക്കുന്നത്. കാരണം ആ വൈറൽ മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും കൂടുതലുള്ള സമയത്താണ് അത് നോക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഹൈ ഹെൽത്ത് കെയർ റിസ്ക് പ്രൊഫഷണൽസ് ആയതുകൊണ്ട്
ആ സമയത്ത് RT-PCR ആണ് നമുക്ക് നോക്കേണ്ടത്. അതിന് മുമ്പ് സിംറ്റംസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. സിംറ്റം ഫ്രീ ആയിട്ടുള്ള ആളാണെങ്കിൽ അല്ലെ ഒരു 7 to 8 ഡേയിൽ നമ്മൾ അത് നോക്കുന്നു. ഇപ്പൊ വൺസ് നമ്മൾ സിംറ്റംസ് വന്നു, ഇപ്പൊ ഇവിടെ നമ്മുടെ ചില മെമ്പേഴ്സിനൊക്കെ ട്രീറ്റ്മെന്റ് ഇപ്പൊ അവരുടെ ടെസ്റ്റിമോണി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്ലഡ് നോക്കുമ്പോൾ RT-PCR പോസിറ്റീവ് ആയിരിക്കും. എല്ലാ കേസിലും എല്ലാം പോസിറ്റീവ് ആകാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് അവർ ഇൻഫെക്റ്റീവ് ആണെന്നോ മറ്റ് സ്പ്രെഡ് ചെയ്യുമെന്നോ ഒന്നും സാധ്യതയില്ല. അപ്പോൾ ഡോക്ടർ ദിനേശ് പറഞ്ഞത് അപ്പൊ ഒരു അഡീഷണൽ ഒരു കൺഫർമേഷൻ ആയിട്ട് ആന്റിജൻ ടെസ്റ്റ് അവിടെ നടത്തും. ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഏതാണ്ട് അത് നമുക്ക് ആളിന് ഇൻഫെക്ടിവിറ്റി ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. അതാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നതും എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്സും അതാണ്. പക്ഷെ ഞാനൊരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ. ഈ ആദ്യത്തെ ഈ സ്പെസിഫിസിറ്റിയുടെ എറർ ആന്റിജന് ഉള്ളതുപോലെ തന്നെ, അതായത് മാസ് കമ്മ്യൂണിറ്റിയിൽ ആന്റിജൻ ടെസ്റ്റ് പെട്ടെന്ന് കിട്ടും, അതുപോലെ തന്നെ പിന്നെ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആയ ഈവൻ RT-PCR പോലും വേണ്ട, നമുക്ക് കൺഫേം ആക്കാം. പക്ഷെ അവിടെ ഒരു എറർ ഫാക്ടർ ഉള്ളതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതിനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെ അതെ അതെ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ ടെസ്റ്റുകളും ഓൾ ദ അവൈലബിൾ 100% 70 to 75% ഉള്ളൂ RT-PCR വരെ. പക്ഷേ RT-PCR എന്ന് പറയുന്നത് സ്പെസിഫിസിറ്റിയും സെൻസിറ്റിവിറ്റിയും ഒരേപോലെ ഒരു 70% ഉള്ളതാണ് RT-PCR. പക്ഷെ എങ്കിലും ആന്റിജൻ ടെസ്റ്റ് വരുന്ന സമയത്ത് ആന്റിജൻ ടെസ്റ്റിൽ സെൻസിറ്റിവിറ്റി ഇറ്റ് ഈസ് വെരി ഹൈ, ആൾമോസ്റ്റ് 95%. Specificity is around 40%, 30 to 40% ഉള്ളൂ. അപ്പം അതുകൊണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതാണ് ട്രൂ പോസിറ്റീവ് കേസസ് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം, സ്പെസിഫിസിറ്റി ആണ് ട്രൂ നെഗറ്റീവ് കേസസ് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം. അതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ നമുക്ക് പിന്നെ ത്രോട്ട് സ്വാബിനേക്കാളും ബ്രോങ്കിയൽ സെക്രീഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നി സ്പെസിഫിസിറ്റി കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. ഓവർ the quality of the swab is very important when it comes to specificity. അതെ അതെ അതുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഈ ഡിസ്ചാർജ് ക്രൈറ്റീരിയ ആണ് ഇവർ വെച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് ക്രൈറ്റീരിയ ഇഫ് യു ഹാവ് ടു കീപ് RT-PCR ആണെങ്കിൽ RT-PCRന്റെ ഒരു ന്യൂക്ലിയോടൈഡ് ഓഫ് ദിസ് RNA, നമ്മൾ മെഷറിംഗ് RNA ആണ് മെഷർ ചെയ്യുന്നത് RT-PCRൽ. It is the measuring of a specific RNA. അപ്പൊ അതിന്റെ ഒരു ന്യൂക്ലിയോടൈഡ് വേണമെങ്കിൽ it can have till 6 months it can be present. അപ്പൊ ഒരു 6 months വരെ പോസിറ്റിവിറ്റി ചിലപ്പോൾ കാണിച്ചു എന്ന് വരാം ഫോർ എ സിംഗിൾ സ്ട്രെയിൻ ഓഫ് ന്യൂക്ലിയോടൈഡ് ഓഫ് ദിസ് RNA. അപ്പൊ അത് കാരണം അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജും അത് ഇതാക്കാൻ പറ്റില്ല. ബട്ട് വെൻ ദ ആന്റിബോഡീസ് ആർ ഫോംഡ്, ഒരു 14th day കഴിഞ്ഞ് 15th day ആകുമ്പോഴത്തേക്ക് നമുക്ക് IgG ആന്റിബോഡീസ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ that person is past the infective stage. അപ്പോൾ അതാണ് ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജ് കഴിഞ്ഞു. 15th day ഓൺവേർഡ്സ് IgG ആന്റിബോഡീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഫെക്റ്റീവ് അല്ല ആ പേഷ്യന്റ്. പിന്നെ പറയുന്ന 21 days വരെ പറയുന്നുണ്ടെങ്കിൽ പോലും തിയററ്റിക്കലി 15th day ഓൺവേർഡ്സ് IgG ആന്റിബോഡി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ കാൻ നെവർ ഇൻഫെക്ട് അനദർ പേഴ്സൺ എന്നുള്ളതാണ് വൺ തിങ്. പിന്നെ നമ്മൾ അതുകൊണ്ട് അതല്ല ഈ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന RT-PCR പോസിറ്റീവ് ആയിരിക്കുമോ ആണെങ്കിൽ? യെസ് അതാണ് പറഞ്ഞത്. RT-PCR can be positive. എനിക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ചോദിച്ചത്. RT-PCR can be positive. The patient can't have any symptoms, may not be having any symptoms, may not be infective also. But RT-PCR can be positive for almost a period of 2 to 3 months, 70 to 80 days. Where our chances are there, maybe 5%. But so that couldn't be an indication for to decide or indicated to decide. Dr. Dinesh, ആ ഒരു പീരീഡിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്, ഇപ്പൊ നമ്മളെ പോലെ ഡെന്റിസ്റ്റോ ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ ആ ഒരു പീരീഡിൽ ക്ലിനിക്കിൽ പോകുന്നതിന് പിന്നെ പ്രശ്നങ്ങളുണ്ടോ? Means once you are positive എന്നുള്ള ഇതിലാണ് പറയുന്നത്. അല്ല പോസിറ്റീവ് അല്ല, ഞാൻ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ഐ മീൻസ് വൺസ് യു ആർ പോസിറ്റീവ് ദെൻ യു ആർ ഡിസ്ചാർജ്, ആ ഒരു സിനാരിയോ അല്ലേ പറയുന്നത്? അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ RT-PCR മുമ്പ് ദിനേശ് സൂചിപ്പിച്ച പോലെ പോസിറ്റീവ് ആണ് 2 to 3 months എന്ന് വെച്ച ഒരു പർട്ടിക്കുലർ കേസില്. അപ്പൊ ആ കേസിൽ എടുക്കേണ്ട ക്രൈറ്റീരിയ പ്രോട്ടോകോൾ എന്തെങ്കിലും അങ്ങനെ അതിപ്പം ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിലെ ആളുകൾ കൂടുതൽ പറയുന്നുണ്ടാവും. ബട്ട് ഐ വുഡ് സേ ദാറ്റ് 28 days ചിലപ്പം ദേ വുഡ് ബി റിക്വയർഡ് ടു be in isolation 28 days വേണ്ടിയതായിട്ട്. അതോ അവർ RT-PCR എന്ന് നെഗറ്റീവ് ആവുന്നോ അപ്പോഴേ പോകാൻ ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല. അതെ, 28 days നമുക്ക് സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മള് കോണ്ടാക്ട് ട്രേസിങ്, ഞാൻ ഡോക്ടർ പ്രതാപൻ, ഓക്കെ, കോണ്ടാക്ട് ട്രേസിങ് ചെയ്തിട്ട് ആൾക്കാരെ അറിയിക്കുന്നുണ്ടോ? ഇപ്പം അത് നിന്നില്ലേ അത്? ടു എ ഗുഡ് എക്സ്റ്റെന്റ് ശരിയാണ്. നമുക്കത് വളരെ മേ ബി ഇൻ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് ഏരിയാസിലൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. ബട്ട് ജനറലി ദാറ്റ്സ് നോട്ട് ബീൻ ഡൺ ആൻഡ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ഓൾസോ, അല്ലേ? I just wanted to point out, because if you have a symptom, don't wait for the health people to call you and say that something has happened. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. when should we test? ദിനേഷ് ഭായ്, ഒരു ഡൗട്ടും കൂടെ. യെസ് നമ്മളിപ്പം ദിനേഷ് ഭായ് പറഞ്ഞു നമ്മൾ ഹൈ റിസ്ക് കോണ്ടാക്റ്റിലുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ 14 days ക്വാറന്റൈനിൽ പോകണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു 9th day ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ shall we continue? Yes, exactly. You have to. If you are a high risk contact, low risk contact ആണെങ്കിൽ if you are very much confident about your PPE, നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ എടുത്തിരിക്കുന്ന പ്രിക്കോഷൻസിൽ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ PPE എക്യുപ്മെന്റിൽ, ഇതൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും you are a low risk contact ആണ്. നമുക്ക് RT-PCR നെഗറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ we can go for practice. 14 days ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഹൈ റിസ്ക് കോൺടാക്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ even if the RT-PCR is negative, you have to complete that 14-day period. അതാണ് അതിൻ്റെ ഹൈ റിസ്ക് കോൺടാക്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ അതാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്, ഹൈ റിസ്ക്കും ലോ റിസ്ക്കും ആണ്. അപ്പം നമ്മുടെ ഈ ഉദ്ദേശം തന്നെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ പീപ്പിൾ ഒന്നും കൂടെ ആ ഗൈഡ് ലൈൻസ് റീഇൻഫോഴ്സ് ചെയ്തിട്ട് മേക്ക് ഷുവർ ഓൾ ആർ മെമ്പേഴ്സ് ആർ ലോ റിസ്ക് കോൺടാക്ട്. കൺസിഡറിങ് കോൺടാക്ട് എന്തായാലും ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ഫേസ്. അപ്പൊ നമ്മൾ ലോ റിസ്ക് കോൺടാക്ട് ആവാനുള്ള എല്ലാ പ്രിക്കോഷൻസ്, മുൻകരുതലുകളും എടുക്കണം എന്നുള്ളത് പറയാനും കൂടെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇന്റൻഷൻ ഒബ്ജക്റ്റീവ്. അപ്പൊ ദിനേഷ് ഭായ്, സന്തോഷാണേ. സന്തോഷം. ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. അതെന്താ വെച്ചാല് എന്റെ അസിസ്റ്റന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ ഞാനിപ്പം ക്വാറന്റൈനിലാണ്. അങ്ങനെ ഞാന് എനിക്കറിയുന്ന ഒരു പൾമണോളജിസ്റ്റിനെ വിളിച്ചിരുന്നു, ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ നോഡൽ ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഹൈ റിസ്ക് ഗ്രൂപ്പാണ്. നമ്മളിപ്പോ 9 days ക്വാറന്റൈൻ ഒക്കെ ചെയ്തു, നെഗറ്റീവായി. നമ്മള് ഡെന്റൽ എയറോസോൾ ജനറേറ്റിംഗ് ഡെന്റൽ പ്രൊസീജിയേഴ്സ് എന്നുള്ള ഒരു വെരി കോൺട്രവേഴ്ഷ്യൽ സംഗതിയിലല്ലേ അവർ ബ്രാൻഡ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 9th day കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെയും ഒരു പ്രൈമറി കോണ്ടാക്ട് വരാം നമ്മളുടെ ഈ ഇതായനെ കൊണ്ട്. അപ്പം പിന്നെ ഫർദർ പിന്നെയും നമ്മൾ ഈ ക്വാറന്റൈൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പൊ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇത്രയുള്ള സ്ഥിതിക്ക് ഹൈ റിസ്ക് കോണ്ടാക്ട് അല്ലെങ്കിൽ എന്തിനാ അതിന്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത്. അല്ല, നമ്മൾ പിന്നെയും ഒരു കോവിഡ് പോസിറ്റീവ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ സാധ്യതയായി. ഒരു 9 ദിവസം കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ PPE should be secure, should be proper. അതൊക്കെ നോക്കിയിട്ട് അപ്പൊ ഇതിന്റെ അകത്ത് ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാല് 7 days കംപ്ലീറ്റ് ആയിട്ട് ക്വാറന്റൈൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അബ്സല്യൂട്ട്ലി അവര് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. 7 days നിങ്ങൾ ക്വാറന്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് മേ ബി നിങ്ങൾക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷെ നിങ്ങൾ പെർഫെക്റ്റ്ലി കറക്റ്റ് ആയിട്ട് നിങ്ങൾ N95 മാസ്കും PPE ഒക്കെ ഇട്ടിട്ട് മേ ബി യു ക്യാൻ പ്രാക്ടീസ്. അതായത് നിങ്ങൾ ഒരു പോസിറ്റീവ് ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ എങ്കിലും കൂടി നിങ്ങൾ വേറൊരാൾക്ക് പകരാത്ത രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് പ്രിക്കോഷൻ എടുത്തിട്ട് മേ ബി യു ക്യാൻ കണ്ടിന്യൂ പ്രാക്ടീസിംഗ് എന്നാ പറയുന്നത് ആഫ്റ്റർ 7 days. പിന്നെ വേണമെങ്കിൽ യു ക്യാൻ ഈവൻ അതൊരു 14 days വരെ പോയതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്നില്ല എന്നാണ് അവർ പറയുന്നത്. ബട്ട് പ്രൊവൈഡഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് N95 മാസ്കും കാര്യങ്ങളൊക്കെ ഇടണം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ട്രീറ്റ്മെന്റ്, യു ഹാവ് ടു ടെസ്റ്റ് ആൻഡ് ടേക്ക് ട്രീറ്റ്മെന്റ്. എക്സാക്ട്ലി നമ്മുടെ ICMR ഗൈഡ് ലൈൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ICMR ആദ്യത്തെ ഗൈഡ് ലൈൻസ് അത് ഞാൻ പറഞ്ഞ നമ്മുടെ കോവിഡ് റിസോഴ്സസിൽ കൊടുത്തിട്ടുണ്ട്. ICMR ഗൈഡ് ലൈൻസ് പറയുന്നത് ലോ റിസ്ക് കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 days ക്വാറന്റൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എസെൻഷ്യൽ ട്രാവൽസ് മാത്രമേ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ. യു ക്യാൻ ഗോ ടു വർക്ക്. അതാണ് അതില്. പക്ഷെ ബാക്കിയുള്ള അൺനെസസറി ട്രാവൽ ഒക്കെ ഒരു 7 days കൂടെ ഒഴിവാക്കുക. പക്ഷേ യു ക്യാൻ പ്രാക്ടീസ് ആസ് യൂഷ്വൽ വിത്ത് ഓൾ ദ പ്രിക്കോഷൻസ്. അപ്പൊ അതാണ് പറയുന്നത്, യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എ ടെസ്റ്റ് ആഫ്റ്റർ ദ 14th day. അപ്പൊ അതാണ് ആ ലോ റിസ്ക് കോൺടാക്ട് ICMR ഗൈഡ് ലൈൻസ് ആണ്. Go through all the guidelines that are given in our COVID point, you will be equipped to face all these kind of doubts. Okay. ഡോക്ടർ ദിനേശ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വർക്കിംഗ് ഇൻ ഡയറക്ട് കോണ്ടാക്ട് വിത്ത് കോവിഡ് പേഷ്യൻസിനും ശരിക്കും ഇപ്പം അവര് ക്വാറന്റൈൻ റൂൾസ് ഒക്കെ മാറ്റിയിരിക്കുകയാണ്. സെയിങ് ദാറ്റ് ഓൺലി ഇഫ് യു ആർ ഇൻഫെക്റ്റഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് യു ടേക്ക് എന്നാണ്. അപ്പൊ നമുക്കും അത് വേണമെങ്കിൽ നമുക്ക് ഈ നോക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഈ ഇത്രയധികം പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോക്കി ഒരു ഗൈഡ് ലൈൻസ് മാറ്റിയത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? അതായത് 7 day ക്വാറന്റൈനും കൂടി വേണ്ടാന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഈവൻ ഡയറക്ട് കോണ്ടാക്ട് അത് എക്സാക്ട്ലി അത് തന്നെയാണ്
കേരള സ്റ്റേറ്റിന്റെ ഗൈഡ് ലൈൻസിൽ അതാ പറയുന്നത് ശരിക്കും ലോ റിസ്ക് കോൺടാക്ടിന്റെ കേരള സ്റ്റേറ്റ്. അത് ഡോക്ടർ സന്തോഷ് പറഞ്ഞിട്ടുള്ള അതിൽ ശരിക്കും ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ICMRന്റെ ഗൈഡ് ലൈൻസ് ആണ് അവർ പറഞ്ഞത്. ഞങ്ങളിപ്പോ ഇനി വന്നേക്കുന്നത് സ്വാബ് എടുക്കുന്നവർ പോലും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ബേസിക്കലി. ഇത് മെഡിക്കൽ ആൾക്കാർക്കാണോ അതോ ഡെന്റലോട് ഇൻക്ലൂഡ് ചെയ്താണോ പ്രധാന ഡോക്ടർ? എനിബഡി. കാരണം ഞങ്ങളിപ്പം കോളേജിൽ സ്വാബ് ഒക്കെ എടുക്കുന്നു, നിങ്ങൾക്ക് അറിയാലോ അല്ലെ? സ്വാബ് എടുക്കുന്ന സ്ഥലമുണ്ട്, അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്, വേറെ ഇതുണ്ട്. അപ്പം നേരത്തെ ആണെങ്കിൽ 14 days ചെയ്ത് കഴിഞ്ഞാൽ 14 days ക്വാറന്റൈൻ ഒക്കെ ആയിരുന്നു. അതൊക്കെ പോയി, ആ സാധനമൊക്കെ പോയി. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ആരെങ്കിലും എക്സ്പോസ്ഡ് ആണെങ്കിൽ പോലും ഡെന്റൽ ക്ലിനിക് ഒന്നും അടച്ചിടേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് മാറിയത് എന്താ? സ്റ്റാഫിന്റെ സ്കേഴ്സിറ്റി കൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് ആണ്. പക്ഷെ അത് ആ ഗൈഡ് ലൈൻ അത് ആകുമ്പോൾ നമുക്ക് അത് വി ക്യാൻ ഓൾസോ യൂസ് ദാറ്റ് ഫോർ അഡ്വാൻറ്റേജ്. നമുക്ക് ശരിക്കും ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് സിംറ്റംസ് തന്നെയാണ്. നമ്മുടെ സിംറ്റംസ് എന്തെങ്കിലും മോണിറ്റർ ചെയ്യുക, സെൽഫ് മോണിറ്ററിംഗ് ഓഫ് സിംറ്റംസ് തന്നെയാണ് ശരിക്കും വരുന്നത്. അപ്പൊ ആ സിംറ്റംസിന്റെ അനുസരിച്ചിട്ടായിരിക്കണം നമുക്ക് വി ഹാവ് ടു ഡിസൈഡ് വെൻ ഡു വി ടെസ്റ്റ് ഓർ ഡു വി ടെസ്റ്റ് ഓർ നോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിംറ്റംസ് ബേസ് ചെയ്തിട്ടാണ്. അത് March 12th ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് അഗൈൻ ഇൻ അവർ വെബ്സൈറ്റ്. ഇസ് ദാറ്റ് March 12th കേരള ഗവൺമെന്റ് വെബ്സൈറ്റിൽ പറയുന്നത് one is asymptomatic ആയിട്ട് നമുക്ക് യാതൊരു കേസും ഇല്ലാത്തതിൽ. then there are 3 categories everybody will be knowing. category A, category B, category C എന്ന് പറഞ്ഞുള്ള സിംറ്റം ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ കാറ്റഗറി എയില് നമ്മൾ പറയുന്ന സാധാരണ ഒരു ലോ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഫീവർ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സോർ ത്രോട്ട്, ഒരു ചെറിയ കഫ്, ഇതൊക്കെ മാത്രമാണ് ഒരു കപ്പിൾ ഓഫ് ഡേയ്സിനാണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു ടെസ്റ്റ്. കാറ്റഗറി എ ആൻഡ് അസിംപ്റ്റമാറ്റിക് ആൾക്കാർക്ക് നോർമലി സിംപ്റ്റമാറ്റിക് ഒബ്വിയസ്ലി രണ്ടുപേർക്കും ടെസ്റ്റിംഗിന്റെ ആവശ്യം വരുന്നില്ല. വെൻ ഷുഡ് ബി ഗോ ഫോർ ടെസ്റ്റ് ഇസ് ദ കാറ്റഗറി ബി. കാറ്റഗറി ബി ആണ് നമ്മൾ ഈ പറയുന്ന ഈ SARI, നമുക്കറിയാം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷന്റെ സിംറ്റംസ്. ഡീപ്പ് മീൻസ് ഹൈ ഫീവർ, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. 38 degrees Centigrade 100.4 എബവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട് ഫോർ 3 days ഓർ സംതിങ്. ദാറ്റ് ഈസ് അഗെയിൻ ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഹൈ ഗ്രേഡ് ഫീവർ. ഡോക്ടർ ദിനേശ് ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ? നമ്മളിപ്പോ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്, ഹൈ റിസ്ക് ഗ്രൂപ്പ് ആണ്, നമുക്ക് മൈൽഡ് സിംറ്റംസ് വന്നു. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ ഒരു എക്കണോമിക് ഫാക്ടറിന്റെ നമുക്ക് വലിയൊരു റോളൊന്നും ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ഈ നമുക്ക് ആ ഒരു കാറ്റഗറി 1 നമുക്ക് മൈൽഡ് സിംറ്റംസ് വരുമ്പോൾ ടെസ്റ്റ് ചെയ്ത് കൂടാ? അതിന് പറയുന്നത് ഇഫ് കാറ്റഗറി എയിലുള്ള സിംറ്റംസ് ഉണ്ട് പ്ലസ് വൺ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡ് ലൈൻസ് ഞാൻ പറയാണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഇവർക്കും രണ്ടുപേർക്കും സെയിം ഇത് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ പറയുമ്പോ, ഫോറത്തിൽ പറയുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് അധികം കൊടുക്കാണ്ട് ടെസ്റ്റിങ്ങിന് പോകുന്നതിന് ഒരു സ്ട്രെസ് കൊടുക്കുന്നത് നല്ലതല്ലേ? അല്ലല്ല, അത് ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഇല്ലേ? റിസ്ക് ഫാക്ടർ ഫോർ റിസ്ക് ഫാക്ടർ പറയുന്നത് എന്താ? let me cite the guidelines first. Age more than 60, if you are a category, you have a category experience, category A experience ആണ് low as far as symptoms are concerned, low grade ആയിട്ടുള്ള sore throat. But if you are having an age of over 60 ഉള്ള ഒരാളാണെങ്കിൽ one thing, പിന്നെ any comorbidities, ഡയബറ്റീസ് ആവാം, ബ്ലഡ് പ്രഷർ ആവാം, ലങ്സ്, ഹാർട്ട്സ്, ഓർഗൻ ഡോണർ, എനി ഓഫ് ദ കോമോർബിഡിറ്റീസ് അസോസിയേറ്റഡ് ഇൽനസ് ഉണ്ടെങ്കിൽ, പ്ലസ് കാറ്റഗറി എയിലെ ഏതെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ, then you are a candidate for testing. ഹെൽത്തി ഇൻഡിവിജ്വൽ, ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാള്, ലെസ് ദാൻ 40-year-old അല്ലെങ്കിൽ ഒരു 40-45-year-old ചെറിയ 2 ദിവസത്തേക്ക് സോർ ത്രോട്ടോ ചെറിയ ലോ ഗ്രേഡ് ഫീവറോ ആവുമ്പം he don't have to ടെസ്റ്റ് എന്നുള്ളതാണ് ഗവൺമെന്റ് ഗൈഡ് ലൈൻ. പ്രൈമറി കോണ്ടാക്ട് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോണം, പ്രൈമറി കോണ്ടാക്ട് യെസ്, അത് ടോട്ടലി മാറി. അവിടെ പിന്നെ ഹൈ റിസ്ക് കോണ്ടാക്ട് നമ്മൾ പ്രൈമറി കോണ്ടാക്ട് ആയി, അത് മാറി, അത് വേറെ ഗൈഡ് ലൈൻസ് ആയി. ഞാൻ ജസ്റ്റ് ഒന്നും അല്ലാത്ത നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു തലവേദന വന്നു അല്ലെങ്കിൽ ഒരു ഡയേറിയ, ഇത് ഉണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യാൻ ഓടി പോകണ്ട, പാനിക് ആവണ്ട എന്നുള്ളത്. അല്ല, അത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ക്ലിനിക്കിൽ നിന്നോ നമ്മുടെ പ്രാക്ടീസിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. നമ്മുടെ ഔട്ട്ഡോർ ഇൻഡോർ ആക്ടിവിറ്റീസ് സർവന്റ് മാത്രമൊക്കെ വരുന്നതിന്റെ കിടപ്പുണ്ട്. അതും നമ്മളവിടെ ഇവിടെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. എനിക്ക് തോന്നുന്നു എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ടൈമായി തോന്നുന്നുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആന്റണി ഭായി പറഞ്ഞ ഒരു പോയിന്റ് മുമ്പ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽസ് നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വി ആർ ബൗണ്ട് ടു ടെസ്റ്റ്. നമ്മൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. കാര്യം വി ആർ അഗെയിൻ ഗോയിങ് ടു എക്സ്പോസ്, നമ്മൾ വീണ്ടും ജനങ്ങളുടെ അടുത്ത് എക്സ്പോസ് ചെയ്യാൻ പോവാണ്. നോട്ട് അവർ പേഷ്യൻസ് ഓൺലി. നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് PPE കാര്യങ്ങളൊക്കെ ഇട്ടുപോയിട്ട് ഞാൻ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. എന്റെ ക്ലിനിക്കൽ 7 സ്റ്റാഫിനെ ടെസ്റ്റ് ചെയ്തു, എല്ലാവരും നെഗറ്റീവാണ്.
that clearly says that എന്റെ ക്ലിനിക്കിലും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ചെറിയ മൈൽഡ് ഫീവർ വന്നു. എന്റെ സിംറ്റംസ് സ്റ്റാർട്ടഡ് വിത്ത് മൈൽഡ് ഫീവർ, അനോസ്മിയ, സ്മെല്ലില്ല, ടേസ്റ്റ് ഒന്നുമില്ല. ഇതാണ് എന്റെ സിംറ്റംസ്. 2 days കൊണ്ട് ഇതെല്ലാം പോയി. 3rd day മുതൽ ഞാൻ ഫ്രീ ആണ്, സിംറ്റംസ് എല്ലാം ഫ്രീ ആണ്. പക്ഷെ ആ സമയത്താണ് എന്റെ അച്ഛന്റെ ഡ്രൈവർ പോസിറ്റീവ് ആയത്. അയാൾ പോസിറ്റീവ് അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഞാനും ടു മൈ സർപ്രൈസ്, രേഖ, മാളു, മിയ എല്ലാവർക്കും സിംറ്റംസ് ഒന്നുമില്ല. ദേ ആർ ടോട്ടലി ഫ്രീ. ഞങ്ങൾ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കാൻ പറ്റുന്ന സാധനമാണ്. ഞങ്ങൾ അപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും പോസിറ്റീവായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വി ആർ കാരിയേഴ്സ്, നമ്മളെല്ലാവരും എക്സ്പോസ് ചെയ്ത് നടക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും. അതായത് ഞാൻ അപ്പം ശരിക്കും എനിക്ക് പറയാവുന്നത്, ഞാൻ DMOട് സംസാരിച്ചപ്പോൾ DMO പറഞ്ഞത് യു ആർ ഫ്രീ ഫ്രം പ്രൈമറി കോൺടാക്ട്സ്. എനിക്ക് ഫീവർ വന്നപ്പോൾ തന്നെ ഞാൻ 3 days കോളേജിലും 3 days ക്ലിനിക്കിലും പോയിട്ടില്ല. ഫീവർ വന്നപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം പോയി, 3 ദിവസം ഞാൻ ക്ലിനിക്കിലും പോയിട്ടില്ല. അപ്പൊ ഞാൻ ടോട്ടലി ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിട്ട് എനിക്ക് പ്രൈമറി കോൺടാക്ട്സ് ഇല്ല എന്ന് പറയാം. എനിക്ക് കൂടെ ഉണ്ടായിരുന്ന സന്തോഷും രജീഷും മാത്രം എന്റെ വണ്ടിയിൽ ഒരിക്കൽ വന്നിട്ടുള്ളത്, അതും 7 days ബിഫോർ ആണ്. അപ്പൊ എന്റെ 6th day വന്ന സ്വപ്ന എന്നൊരു കോ ട്രാവലർ ഉണ്ടായിരുന്നു. അവള് ടെസ്റ്റ് ചെയ്തു, അവള് പേടിച്ച് ടെസ്റ്റ് ചെയ്തു, അവള് പോസിറ്റീവ് നെഗറ്റീവായി. ഷീ ഡിഡ് ദ റൈറ്റ് തിങ്. അവള് ടെസ്റ്റ് ചെയ്യാണ്ട്, സിംറ്റംസ് ഒന്നുമില്ല, അവൾക്ക് സിംറ്റംസ് ഇല്ലാണ്ട് ടെസ്റ്റ് ചെയ്യാണ്ട് ഇരുന്നിരുന്നെങ്കിൽ അവളിപ്പോ പറയുന്നത് അവളെ കുട്ടികൾക്ക് ഞാൻ ഇൻഫെക്ട് ചെയ്തേനെ, അവളെ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഇൻഫെക്ട് ചെയ്തേനെ. അപ്പൊ നമ്മളെ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ഫോറത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വി ഷുഡ് എംഫസിസ് ഓൺ ദി വാട്ട് ഓൾ പ്രോട്ടോകോൾസ് ദ ഗവൺമെന്റ് സേസ്. നമ്മൾ ആ പ്രോട്ടോകോളിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പം സ്റ്റാഫിന്റെ സ്കേസിറ്റി മുതലാണ് പ്രധാന സാർ പറഞ്ഞ ഇഷ്യൂ വന്നത്. അവരങ്ങനെ അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല, അവർക്കൊരു ഇത് കറക്റ്റ് പ്രോട്ടോകോൾ പ്രകാരം പ്രോട്ടോകോൾ കാൺ ബി ചേഞ്ച്ഡ്. 1 month 2 months പ്രോട്ടോകോൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നത് പ്രാക്ടിക്കലി ഇതേ ചേഞ്ച് ചെയ്യും. സ്റ്റാഫിന്റെ സ്കേസിറ്റി, പിന്നെ ആൾക്കാരെല്ലാവരും ഇപ്പൊ വളരെ ഓപ്പൺ ആയി. ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇന്ന് മുതലല്ല, ഇന്നലെ മുതൽ ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നാ പറയുന്നത്. അത്രയ്ക്ക് ബിസിയാണ് വണ്ടി എല്ലാവരും. അല്ല, ബിനു പറയുന്നത് നമ്മള് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും വെറുതെ പോയി ടെസ്റ്റ് ചെയ്യാനാണോ? എനിക്ക് ആ ഹാഡ് സിംറ്റംസ് സബ്സൈഡ് ചെയ്തു. എനിക്ക് ഒന്നുമില്ല, പ്രശ്നമൊന്നും പറയാനില്ല. ഇനീഷ്യൽ സിംറ്റംസ് എന്തെങ്കിലും ഒരാൾക്ക് ഉണ്ടാവും. അത് എന്റെ പോസ്റ്റ് എന്റെ ഈ അഡ്മിഷൻ സമയത്ത് ഉണ്ടായത് വ്യത്യാസം എന്ന് പറഞ്ഞാല് എന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വാസ് 100% നോർമൽ. ഞാൻ ടെസ്റ്റ് ചെയ്തു, ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. വീട്ടിൽ തന്നെ ഇരുന്ന് ഞാനൊന്നും അറിയാൻ പോകുന്നില്ല, നമ്മളൊന്നും അറിയാൻ പോകുന്നില്ല. എന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വാസ് 100%, അല്ല ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വാസ് ഷൂട്ടിംഗ് അപ്പ് 160 180 വരെ പോയി. എന്റെ പോസ്റ്റ് പ്രാൻഡിൽ ബ്ലഡ് ഷുഗർ നോർമൽ പോയി, 120 മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അവർ നെക്സ്റ്റ് ഡേ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, 3rd day വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അതാണ് 3rd day എല്ലാം നോർമലായി. സീറം ക്രിയാറ്റിനിൻ went up to 1.7. ഇത് നമ്മൾ അറിയില്ല, ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. 1.7 സീറം ക്രിയാറ്റിനിൻ പോയി. നെക്സ്റ്റ് ഡേ തന്നെ അവർ പറഞ്ഞു സീറം ക്രിയാറ്റിനിൻ കം ഡൗൺ. അപ്പൊ ഇത്രയും വേരിയേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അറിയാണ്ട് പോയ വേരിയേഷൻ ആണ്. പക്ഷെ എനിക്ക് ക്ലിനിക്കൽ സിംറ്റംസ് ഒന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ ഈ ശബ്ദം മാത്രം ഇപ്പോഴും ക്ലിയർ ആവാത്ത ഒരു ചെറിയ പ്രശ്നമുള്ളൂ, വേറെ ഒന്നും എനിക്കില്ല. അപ്പൊ നമ്മൾ ഡോണ്ട് ടേക്ക് ഇറ്റ് സില്ലി. ആ ഒരു 9 days വാട്ട് ഐ വെന്റ് ത്രൂ വാസ് ഹെൽ. നമ്മളൊരു ഐസൊലേറ്റഡ് റൂമിൽ തന്നെയാണ്. ഞാൻ VIP റൂം, മെഡിക്കൽ കോളേജിലെ VIP റൂമിലായിരുന്നു. ഐ വാസ് ബ്ലെസ്ഡ് ടു ഹാവ് എ റൂം ദാറ്റ്. പക്ഷെ അതിൽ വരെ ഐസൊലേഷൻ ഞാൻ ഫീൽ ചെയ്തു. നമുക്കൊരു ഭയങ്കര സെപ്പറേഷൻ കാര്യങ്ങൾ ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ എവറി ഡേ നമ്മൾ കേൾക്കുന്ന വാർത്തകള്, ഈ ന്യൂസുകളെല്ലാം വാസ് ടച്ചിങ്. നമുക്കതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുത്തെങ്കിലും പക്ഷെ ഉള്ളിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഓരോ ദിവസം ലിറ്ററലി പേടിയിട്ടായിട്ട് നമ്മൾ എടുത്തു തുടങ്ങി. ഒരു സൈക്കോളജിസ്റ്റ് വിളിച്ചു, സൈക്യാട്രിസ്റ്റ് വിളിച്ചു, പോലീസ് കമ്മീഷണർ വിളിച്ചു, കമ്മീഷൻ ഓഫീസർ വിളിച്ചു, മിനിസ്റ്റർ വിളിച്ചു, ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചു. എല്ലാവരും നമ്മൾ വിളിച്ചുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ലിങ്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഒറ്റപ്പെട്ടില്ല എന്നൊരു തോന്നലുണ്ടായി. എല്ലാ ആൾക്കാരും ഫ്രണ്ട്ഷിപ്പൊക്കെ എല്ലാവരും വിളിച്ചിരുന്നു. അങ്ങനെ ഒരു തോന്നലുണ്ടായി. പക്ഷെ ഞാൻ പറയാ, നമുക്ക് ഇത് മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ക്ലിയറായി മോണിറ്റർ ചെയ്യണം. ഇവരൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇവർക്ക് ഒന്നും എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് എനിക്കൊന്നും അറിയില്ല. അവർക്ക് ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്കുണ്ടായ പ്രോബ്ലം അതാണ്. ഫാദറിനും ചെറിയ വലിയ സിംറ്റംസ് ഒന്നും വന്നില്ല. ഫാദറിന് ചെറിയൊരു BP റൈസ് ഉണ്ടായി പെട്ടെന്ന്. നെക്സ്റ്റ് ഡേ എന്നാ കുറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഡോക്ടർ ബിനു അവർ പറയുന്നുണ്ട് ചെറിയൊരു ലോ ഗ്രേഡ് ഫീവർ ആയാലും ഓവർ 60 ആണ്, എബവ് 60 ഓർ ഇഫ് യു ഹാവ് ആൻ അസോസിയേറ്റഡ് ഇൽനെസ് ടെസ്റ്റിംഗ് അത് പറയുന്നുണ്ടല്ലോ, എന്തായാലും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പ്രതാപ് അവിടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈസ് ആ ഹെൽത്ത് കെയർ സിസ്റ്റം റെഡി ഫോർ ദിസ് കൈൻഡ് ഓഫ് എൻ ഇൻടേക്ക് എന്നുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആയത് കാരണമാണ് നമ്മളിവിടെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളത് ഇത് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഇസ് ഗൈഡ് ലൈൻസ് വിച്ച് കെയിം ഫ്രം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കേരള പറഞ്ഞത്. ഡോക്ടർ ദിനേശ്, എനിക്ക് തോന്നുന്നത് ഇത് ആ ഒരു ജനറൽ പബ്ലിക്കിനെ ഉദ്ദേശിച്ചത് ശരിയാണ്. പക്ഷേ നമ്മൾ ഡോക്ടർ ആന്റണി ലെസ് ദാൻ 100 ആയാൽ ഒരു ടെമ്പറേച്ചർ ആയാൽ പോലും വി ക്യാൻ ടെസ്റ്റ് എന്നാണ്. അതെ, ഓക്കെ.
ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് ബേസിക് സിംറ്റംസ് പറയുന്നത് ലോ ഗ്രേഡ്, ഒരു ലെസ് ദാൻ 100 ഡിഗ്രി സെന്റിഗ്രേഡ് ഓരോ സോർ ത്രോട്ട്, ഇത് മാത്രമേ ആ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ കാറ്റഗറി എയിലുള്ളത്. പ്ലസ് കാറ്റഗറി ബിയിലേക്ക് വരണമെങ്കിൽ പ്ലസ് യു ഹാവ് ടു ബി either above 60 or associated അനോസ്മിയ ഭയങ്കര ഫീച്ചർ കേട്ടോ. അനോസ്മിയ നല്ലൊരു കോമൺ ഫീച്ചർ ആണ്. സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവുന്ന ഫീച്ചർ അത്. ബട്ട് another കോമൺ ഫീച്ചർ പറയുന്നത് ഈ ലെതർജി ആൻഡ് മസിൽ വീക്ക്നെസ് ആണ്. കോമൺ ആയിട്ട് വളരെ മയാൽജിയ, എക്സാക്ട്ലി മയാൽജിയ. പക്ഷെ മസിൽ വീക്ക്നെസ് ഒരു അസോസിയേറ്റഡ് സിംപ്റ്റം തന്നെയാണ്. പിന്നെ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്താൽ മതി. പൾസും മറ്റും ചെക്ക് ചെയ്യാം, എപ്പോഴും മോണിറ്റർ ചെയ്യാം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഇത് വൈൻഡപ്പ് ചെയ്യാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് കാറ്റഗറി സിയിലാണ് പറയുന്നത്. ബട്ട് ഇഫ് യു ആർ മോണിറ്ററിംഗ് യുവർ സെൽഫ് ആൻഡ് വാട്ട് യു നീഡ് ടു ഡു ഇഫ് യു ആർ മോണിറ്ററിംഗ് യുവർ സെൽഫ് എന്ന് പറയുന്ന സംഗതി, there are 5 ഫ്ലാഗ് സൈൻസ് നമ്മുടെ ഇതിൽ പറയുന്നത്. അതിൽ എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയായിരിക്കും. ഒന്ന്, നമ്മൾ വി നീഡ് ടു ഹാവ് എ പൾസ് ഓക്സിമീറ്റർ. അതിപ്പം പറയുന്നത് നമ്മുടെ ഐഡിയ മാർക്ക് ഇസ് ആക്സസിങ് ദാറ്റ് ക്വാളിറ്റി പൾസ് ഓക്സിമീറ്റർ വരുത്തുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് സൂൺ വിൽ ബി ഏബിൾ ടു ബൈ ദാറ്റ് ഫ്രം അറ്റ് കോമ്പറ്റീവ് പ്രൈസസ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണത് പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ ആൻഡ് എ ബി പി അപ്പാരറ്റസ് വി ഷുഡ് ഹാവ് അറ്റ് ഹോം. അത് മസ്റ്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഫ്ലാഗ് സൈൻസിൽ ഒന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ റേറ്റ്. ഇറ്റ് ഷുഡന്റ് ബി less than 94. നമുക്കറിയാറ് 94ന്റെയോ less than that പോവാണെന്നുവെച്ചാൽ ഇറ്റ് ഈസ് an alarming sign. അപ്പോൾ one flag sign or red flag sign എന്നാണ് അത് പറയുക. One of the 5 red flag signs ഒന്ന് is the oxygen concentration. 2 is the heart rate. Heart rate if it's above 120 or 125, it's an alarming thing. ഇത് രണ്ടും നമുക്ക് പൾസ് നോക്കിയാൽ മതി, നമുക്ക് ഹാർട്ട് റേറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഹാർട്ട് റേറ്റ് ഏതാ അലാമിംഗ് ആവുന്നുണ്ടോ നോക്കണം. ദീസ് ആർ ദ തിങ്സ് വി നീഡ് ടു മോണിറ്റർ. നമ്മൾ പറയാറുണ്ട് വി ഹാവ് ടു മോണിറ്റർ, സെൽഫ് മോണിറ്റർ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു മോണിറ്റർ? ദീസ് ആർ ദ 2 things. Then respiratory rate if it's above 25 or 30 നമ്മൾ per minute respiratory rate about 30 ആണെന്നുണ്ടെങ്കിൽ it's an alarming sign. That's another red flag sign of whether we have to get admitted. അതാണ്. Then there's an important thing is the capillary refill time എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അത് നമുക്കറിയാം, നമ്മളെ കൈയിന്റെ വിരലൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബ്ലാഞ്ചസ് ആൻഡ് ഇമീഡിയറ്റ്ലി ഇഫ് വി റിലീസസ് ദാറ്റ് പ്രഷർ ഇറ്റ് അഗെയിൻ ദാറ്റ് റെഡ്നെസ് കം ബാക്ക്. അപ്പോൾ ആ റെഡ്നെസ് വരുന്നത് ഇഫ് ഇറ്റ് ടേക്സ് മോർ ദാൻ 2 seconds, that capillary refill time is more. If it's more than 2 seconds, it's an alarming sign. അതാണ് another thing. അപ്പോൾ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ പാർഷ്യൽ പ്രഷർ, then capillary refill time, then എക്സ്ട്രീമിറ്റി സ്കിന്നിൽ ബ്ലൂ ആവുന്നത്, എക്സ്ട്രീമിറ്റീസ് നഖത്തിന്റെ ഇടയിലും ഇവിടെയൊക്കെ ബ്ലൂയിഷ് സൈൻ കാണാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അഗൈൻ ഇൻഡിക്കേഷൻ ഓഫ് ഹൈപ്പോക്സിയ. അപ്പൊ അത് കാണുകയാണെങ്കിൽ ദെൻ വാട്ട് യു കോൾ ദ ഓൾട്ടേർഡ് സെൻസോറി എന്ന് പറയും. മെന്റൽ നമുക്കൊരു കൺഫ്യൂഷൻ, വി ഫീൽ ഡിസ്ട്രാക്റ്റഡ്, മഡിൽഡ് തിങ്കിങ്, ഇതൊക്കെ. അപ്പൊ എനി ഓഫ് ദീസ് സൈൻസ് ക്യാൻ ബി an indication whether you need to have a professional guidance or professional consultation. അപ്പോൾ നമ്മൾ സെൽഫ് മോണിറ്റർ ചെയ്യുമ്പോൾ എപ്പോഴാണ് we need to have a professional consultation ഉള്ളതിന്റെ these 5 red flag signs we should be very much aware of. That is, once the pulse oximeter reading, it shouldn't be below 94 or below that. Heart rate should be above 125. Respiratory should not go above, heart rate should not go above 125. Respiratory rate should not go above 30, and capillary refill time shouldn't be above 2 seconds. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതാക്കാനുള്ളത്. ആൻഡ് നമ്മൾ ടെസ്റ്റുകളെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് നമ്മുടെ അതും ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐ വുഡ് സേ ദാറ്റ് നമ്മളതിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സംഗതി ഈ ഒരു പാൻഡമിക് സിനാരിയോയിൽ വന്നത്. വൺ തിങ് ഇസ് ദിസ്, we are much more aware about our health now, our immune system now. ഇത് കുറച്ച് സംഗതികൾ we have to take vitamin supplements, adequate rest, sleep, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ്, adequate water intake, അതുപോലെ തന്നെ നമ്മൾ ചില എക്സസൈസസ് ടു ഇംപ്രൂവ് അവർ ലിംഫാറ്റിക് സിസ്റ്റം, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യണം. അതിനാ ഈ യോഗയുടെയും ഇതൊക്കെ വി ഹാവ് എ പ്രോഗ്രാം കമ്മിങ് അപ്പ് ദാറ്റ് വിൽ ബി ഡീറ്റെയിൽഡ് ബൈ അവർ CDH ഓർ അവർ പ്രസിഡന്റ് ലേറ്റർ. ബിക്കോസ് ആ ലങ് കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണിത്. ഈ സംഗതികളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവർ മെന്റൽ ഹെൽത്ത് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. അപ്പം ഈ സംഗതികളും ഇതാക്കുന്നുണ്ട്. അപ്പം ദിസ് ഇസ് എ പോസിറ്റീവ് ബിക്കോസ് നോർമലി വി വുഡന്റ് ഹാവ് കെയർ or paid much attention to these aspects. പക്ഷേ ഇപ്പൊ നമുക്ക് അതിനൊക്കെ കൂടുതലായിട്ട് എക്സസൈസിന്റെ കാര്യത്തിലായാലും നമ്മുടെ ഡയറ്റിന്റെ കാര്യത്തിലായാലും നമ്മുടെ വൈറ്റമിൻ സപ്ലിമെന്റ്സിന്റെ കാര്യത്തിലായാലും കൂടുതൽ. But that is, I would say, it's a silver lining in this dark scenario. ശരിക്കും പറയാം. അതേപോലെ നമ്മുടെ ക്ലിനിക്കിന്റെ കാര്യത്തിൽ അങ്ങനെ കുറെ സംഗതികൾ വന്നിട്ടുണ്ട്. ശരിക്കും വി ക്യാൻ സ്ട്രീം ലൈൻ ആ പ്രാക്ടീസ് നൗ. നമുക്കൊന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും നമ്മുടെ കൺസെന്റ് ടേക്കിംഗ്, രജിസ്ട്രേഷൻ പ്രോസസ്. We can switch on to a more appointment based practice. I think correct positives are also there. But that's again one more intention of this
webinar to highlight the positives of this particular scenario. കാരണം നമുക്ക് എല്ലാ ഒരു ക്രൈസിസ് വരുമ്പോഴും ഇറ്റ് സെഡ് എവറി ക്രൈസിസ് കംസ് വിത്ത് an equivalent opportunity. So there would be an opportunity also in this crisis. അത് കണ്ടുപിടിക്കാനും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതും കൂടെ ഒരു ഇന്റൻഷൻ ഉണ്ട്. So with that I'll hand over the microphone to Dr. Antony Thomas, who would be briefing about the activities of the district committee. And because ഇതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമുക്ക് ഒരു പ്രശ്നം വന്നാൽ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First is the district committee, the first line of defense. So Dr. Antony Thomas will be elaborating on that. Carry on, Doctor. Thank you, Dr. Dinesh, for the wonderful presentation. Respected Chairperson Dr. C.C. Joseph, IDM Malabar Branch President Dr. Shaju, Secretary Dr. Navajeevan, today's faculty Dr. Dinesh, Dr. Binu, Dental Council member, Dr. Hussain, the other faculty, and COVID response team members, my help desk team members, senior member Kunjamama. I think Dr. Ravi is also there, our past secretary, state secretary, and members of IDM Malabar. At the outset, I am very much thankful to IDM Malabar for this wonderful opportunity. Even though it was a late information, I would like to show my justice to the interested job. First of all, a hearty welcome on behalf of district committee. For your information, ഈ district committee പലർക്കും അറിയില്ല. ഈ district committeeയുടെ ഒരു റോൾ എന്താണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം ഐഡിയ കേരള സ്റ്റേറ്റ് ഡോക്ടർ സുരേഷ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു ഫോം ചെയ്തതാണ്. കാരണം ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ പല ഐഡിയ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അതിലൊരു കോർഡിനേഷൻ കിട്ടുക എന്നുള്ള ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. ഇതുണ്ടാകാനുള്ള കാരണം നമ്മുടെ CE ബില്ലിന്റെ ഇംപ്ലിമെന്റേഷന്റെ പാർട്ടുമായിട്ട് ബന്ധിച്ചിട്ടാണ് അതുണ്ടായത്. ഇപ്പൊ CE ബില്ലിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഈ കോവിഡ് സിനാരിയോ വന്നതുകൊണ്ട് കുറച്ച് സ്റ്റാൻഷിലായിട്ട് നിൽക്കുകയാണ്. എങ്കിലും പോപ്പപ്പ് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. ഈ ക്ലിനിക്കിന്റെ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ CE രജിസ്ട്രേഷൻ മസ്റ്റ് ആണെന്നുള്ളത്. അതൊരു വേറെ ഡിഫറെന്റ് ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ഇത് അതർ റെസ്പോൺസിബിലിറ്റി ഇൻട്രസ്റ്റ് ഓൺ ഡിസ്ട്രിക്ട് കമ്മിറ്റീസ് റിഗാർഡിംഗ് ദിസ് ഫോർമേഷൻ ഓഫ് കോവിഡ് റെസ്പോൺസ് ടീം. അപ്പൊ കോവിഡ് റെസ്പോൺസ് ടീമിൽ നമ്മൾ ഓൾറെഡി ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജിലെയും ഡെപ്യൂട്ടി ഡിഎംഒയൊക്കെ നമ്മൾ ഫാക്കൽറ്റീസ് ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് അത് ചെയ്തിരുന്നു. അപ്പം ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ തുടക്കത്തിൽ നമ്മുടെ ഡോക്ടർ CC പറഞ്ഞ പോലെ നമ്മളൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡിന്റെ പക്കത്ത് എത്തി നിൽക്കുകയാണെങ്കിൽ ഓൾറെഡി വന്നു എന്നുള്ള നിലയിൽ വന്നു. നമ്മുടെ മെമ്പേഴ്സ് കുറച്ച് പേർക്കെല്ലാം ഇൻഫെക്റ്റഡ് ആയി. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അലർട്ട് ആകേണ്ട സമയം ഉണ്ട്. അപ്പൊ അപ്പോഴാണ് ഡോക്ടർ ഹുസൈൻ എന്നെ ഒരു 4 to 5 days ബാക്ക് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു പിന്നെ ഇതുപോലൊരു നമുക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഫോം ചെയ്യുന്നത് നല്ലതല്ലെന്ന്. ബേസിക്കലി ദിസ് ഐഡിയ വാസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് ഡോക്ടർ ഹുസൈൻ. അതിനെനിക്ക് ഹുസൈനെ ഞാൻ സ്പെഷ്യലായിട്ടൊന്ന് അക്നോളജ് ചെയ്യുന്നു. അപ്പം ഹുസൈൻ പറഞ്ഞതനുസരിച്ചിട്ട് പിന്നെ ഞാൻ നമ്മുടെ മെമ്പേഴ്സ് നമ്മുടെ പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അവരത് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ഫോം ചെയ്തു. നമ്മള് പിന്നെ ആ ഹെൽപ്പ് ഡെസ്കിനെ പറ്റി പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു നമ്മുടെ കോവിഡ് ഗൈഡ് ലൈൻസ് ഒക്കെ ഡോക്ടർ ദിനേശിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടുണ്ടായി. അതൊരു വണ്ടർഫുൾ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഡെന്റിസ്റ്റ്മാരുടെ ഒരു പക്ക ഒരു ബൈബിൾ ഓഫ് കോവിഡ് ഗൈഡ് ലൈൻസ് പ്രോട്ടോകോൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ബെഞ്ച് മാർക്ക് കാര്യമായിരുന്നത്. അതിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഡോക്ടർ ദിനേശ്. അപ്പൊ അതെല്ലാം ഫോം ചെയ്തു. നമുക്കൊരു അഹങ്കാരത്തിലാണ് നിന്നിരുന്നത്. കാരണം നമ്മള് ഡെന്റിസ്റ്റുമാർ നമ്മള് ക്ലിനിക്കിന്റെ കൊറോണയെ നമ്മള് പടിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ നമ്മൾ നിർത്തിയ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ പടിക്കകത്തോട്ട് കയറുന്ന ഒരു കാര്യത്തിലോട്ട് വന്നിരിക്കുകയാണ്. എന്നെങ്കിൽ പോലും ചില ഗുഡ് സയൻസ് ഇപ്പൊ ഡോക്ടർ ബിനു പറഞ്ഞ പോലെ പുള്ളിയുടെ ക്ലിനിക്കിലെ സ്റ്റാഫിനോ മറ്റുള്ള ആർക്കും അത് കിട്ടിയിട്ടില്ല. ഇത് വേറൊരു ഔട്ട്ഡോർ എലമെന്റിൽ നിന്നാണ് ഇത് വന്നത്. ഒക്കെ നമുക്ക് കാര്യങ്ങളാണ്. എന്നൊരിക്കൽ പോലും എനിക്ക് 2-3 ദിവസം 1-2 പേരുടെ ഫോൺ കോൾ വന്നപ്പം ഈവൻ നമ്മുടെ ഡെന്റൽ ക്ലിനിക്കിൽ പലതും യാതൊരുവിധ പ്രോട്ടോകോൾസും പാലിക്കാണ്ട് ഇപ്പോഴും പോകുന്നുണ്ടെന്നുള്ള ഒരു സത്യം തന്നെയാണ്. അത് എനിക്ക് തുറന്നു പറയുന്നതിൽ യാതൊരു മടിയില്ല. കാരണം ചില പേഷ്യൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളോട് ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്, അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ ശ്രദ്ധ വേണ്ട, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് ഗൈഡ് ലൈൻസ് പ്രോട്ടോകോൾസ് ഒക്കെ നമ്മുടെ മെമ്പേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കാനായിട്ട്, അതായത് ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്നുള്ളത് നമ്മളെല്ലാവരും ലിസ്റ്റിലുണ്ട്. അത് ഓർത്ത് വെച്ചോളൂ. അത് ആർക്ക് കിട്ടുന്നു എന്നുള്ള പ്രിഫറൻസ് നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്ലിനിക്കിൽ എടുക്കുന്ന പ്രിക്കോഷൻസ് ഒന്ന്, പിന്നെ നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ്, പിന്നെ നമ്മുടെ ഇൻഡോർ ആക്ടിവിറ്റീസ്, നമ്മുടെ വീട്ടിൽ ഈവൻ ഒരു സർവന്റ് വന്നു, ഡ്രൈവർ വന്നത്, ഇതെല്ലാം പല മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പൊ അതിലൊക്കെ എത്ര കെയർ എടുക്കുന്നു അപ്പം തന്നെ നമ്മുടെ ലിസ്റ്റിൽ പേര് നമ്മുടെ താഴോട്ട് പോകും. എന്നാൽ പോലും നിങ്ങൾ ഞാനും എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് റിസ്കിലുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ചു, വാചകം അടിച്ചു, എനിക്ക് നാളെ കിട്ടിയില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ അഹങ്കരിക്കുന്നില്ല. ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ പാർട്ടി നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കെയർഫുൾ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
കോവിഡ് ഗൈഡ് ലൈൻസിന്റെ പ്രോട്ടോകോൾസ്. ഇനി ചെറിയൊരു പ്രസന്റേഷൻ ഉണ്ട്, അപ്പൊ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാം. Presentation. Hello, am I audible? Yes. Okay. As an introductory portion, idea COVID response team was formed to help us to facilitate its members' needs. Primary objective of the help desk is to cater to the basic requirement that members might need a faster access to if exposed to the disease. In case you develop a fever, myalgia, it was all mentioned by Dr. Dinesh and others. Upper respiratory symptoms, unusual tiredness, loss of smell or taste, or dyspnea, please don't hesitate to get yourself tested for COVID-19 at the earliest. മുമ്പ് സൂചിപ്പിച്ച പോലെ നമുക്കൊരു പക്ക പ്രൈമറി കോൺടാക്ട് ഉണ്ടെങ്കിലും ഈ നമ്മൾ ടെസ്റ്റിങ്ങിന് പോകണമെന്നാണ് ഡോക്ടർ ബിനു പ്രത്യേകിച്ച് അത് പറഞ്ഞ ഒരു കാര്യം. Then comes early detection is utmost important for proper management and prevention of complications. Late detection can lead to severe complications and will be difficult to revive, even if given all possible treatments, and may lead to death. Hence, early detection is the key to treatment success. So please don't ignore your symptoms. നമ്മുടെ ഈ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ട് പിന്നെ കുറെ ഹെഡേഴ്സ് ഉണ്ട്. അതിൽ ലാബ് അസിസ്റ്റൻസിന് നിങ്ങൾക്ക് നമ്മുടെ ഐഡിയ മലബാർ ബ്രാഞ്ചിന് എന്തെങ്കിലും പിന്നെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെയോ ഡോക്ടർ നാരായണനെ മീറ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാബ്സ് അവൈലബിൾ ആയിട്ട് നമുക്കുള്ളത് അശ്വിനി ഉണ്ട്, തിരക്ക് കൂടുതലാണ്, മൈക്രോ ഉണ്ട്, അസ ഡയഗ്നോസ്റ്റ് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് മിംസിലും ഉണ്ട്. മേജർ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ RT-PCR ചെയ്യുന്നുണ്ട്. ഈ മൈക്രോ ഹെൽത്ത് ലാബിനെ പറ്റി നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം ഒരു കംപ്ലൈന്റ് വന്നിരുന്നു. അപ്പം അവരുടെ ടെസ്റ്റ് റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ഒരു ആംബിക്വിറ്റി വന്നിരുന്നു. അപ്പൊ അതെനിക്ക് തോന്നുന്നത് മഞ്ചേരിയിലുള്ള അവരുടെ ഒരു ഫ്രാഞ്ചൈസിയിലെ ആള് അത് പിന്നെ ടെസ്റ്റ് ഒന്നും ചെയ്യാണ്ട് റോങ് റിസൾട്ട് കൊടുത്താണ്. അല്ലാണ്ട് അവരുടെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അത് ടെസ്റ്റിന്റെ നമ്മളിപ്പോ ഇവിടുത്തെ കാലിക്കറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ വലിയ ഡൗട്ടായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇപ്പൊ എനിക്ക് തോന്നുന്നത് എളുപ്പത്തില് ഇപ്പൊ നമ്മുടെ പിന്നെ തൊണ്ടയാട് സിഗ്നലിന്റെ അവിടെ കയറ്റത്തിന്റെ അവിടെ റൈറ്റ് സൈഡിൽ അവരുടെ ലാബ് ഉണ്ട്. എനിക്കൊന്ന് അവിടെ റഷ് കുറവുണ്ട്. അപ്പം അവിടെ നമുക്ക് ഒരു ആക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ അശ്വിനി ഡയഗ്നോസ്റ്റിക്സുമായിട്ടും നമുക്ക് ഒരു പ്രിഫറൻസ് തരുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അസൽ ഡയഗ്നോസ്റ്റിക്സും ഒക്കെ ഭയങ്കര എനിക്ക് വരുന്ന വഴിക്ക് തന്നെയാണ്. അവിടെ എപ്പോഴും ഭയങ്കര ക്യൂ കാണാം. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പേടി. അപ്പൊ ഏറ്റവും തിരക്ക് കുറഞ്ഞ സ്ഥലത്തും പ്രൂഡന്റ് ആയിട്ടുള്ള സ്ഥലത്തും പോകുന്നതായിരിക്കും നല്ലത്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ററാക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് വൺ ഈസ് അക്കോമഡേഷൻ ആൻഡ് ക്വാറന്റൈൻ. അതിന്റെ ഡോക്ടേഴ്സ് ഇൻചാർജ് ആയിട്ട് ഡോക്ടർ ഷാജി മണ്ടോളിയും ഡോക്ടർ നികേഷ് ബാബുവാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മലബാറിന്റെ ഹോസ്പിറ്റാലിറ്റി പോലെ തന്നെ ഇവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കഴിവുള്ളവരാണ്. അവർക്കെല്ലാം ഒത്തിരി തന്നെ ഐഡിയാസ് ഉണ്ട്. ഇതിപ്പോ ഞാനിപ്പം എന്റെ പ്രസന്റേഷനിൽ ടൈം കുറവായതുകൊണ്ട് ജസ്റ്റ് ഒരു സ്കെലട്ടൺ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണിത്. കാരണം എന്താണ് ഏതാണെന്നൊരു ഡയറക്ഷൻ കൊടുക്കുക, അവരുടെ എക്സ്പീരിയൻസും അവരെന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ക്വാറന്റൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നെക്കാളും ഭംഗിയായിട്ട് അവർക്കത് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് കാറ്റഗറി എ പേഷ്യൻസ് എല്ലാവർക്കും അറിയാം, A, B, C ഉണ്ട്. കാറ്റഗറി എ പേഷ്യൻസിന് സാധാരണയായിട്ട് ഹോം ക്വാറന്റൈൻ ആണ് പറയുന്നത്. ആ ഹോം ക്വാറന്റൈനിൽ സെപ്പറേറ്റ് റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഈസ് പ്രിഫേർഡ്. അതാണ് ഹോം ക്വാറന്റൈൻ പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. നമ്മളൊരു കാറ്റഗറി എയിൽപ്പെട്ട ആളാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. കാറ്റഗറി ബി പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടർ ദിനേശ് സൂചിപ്പിച്ച പോലെ നമുക്ക് സിംറ്റംസ് ഉണ്ടാകും. അപ്പൊ CFLTCയിൽ പോവാം. ഈ CFLTCയിലോട്ട് വരുമ്പോഴത്തേക്കാണ് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് വരാം. പിന്നെ കാറ്റഗറി സി പേഷ്യൻസ് പറഞ്ഞാൽ പക്കാ സിംറ്റംസും കോംപ്ലിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റലൈസേഷൻ സെറ്റപ്പിലോട്ട് പോകേണ്ടത്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽസ് ഇപ്പൊ കാറ്റഗറി ബി ആയിട്ടുള്ള CFLTC എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന്റെ പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ടുള്ള CFLTC ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു ടെസ്റ്റ് ചെയ്തു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അശ്വിനി പോയിട്ട് ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു ഡെന്റിസ്റ്റ് പോസിറ്റീവ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി അവരുടെ പോർട്ടലിലോട്ട് പോകും. ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അവർ നമ്മളെ നേരിട്ട് അറിയിക്കത്തില്ല. അത് അതിന്റെ പോർട്ടലിൽ ഹെൽത്തിന്റെ പോർട്ടലിൽ പോയിട്ട് അവരവിടുന്ന് ഹെൽത്ത് അതോറിറ്റീസ് വിളിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിളി വന്നു കഴിയുമ്പോഴത്തേക്ക് പാനിക് ആവേണ്ട കാര്യമില്ല. അവർ നമ്മുടെ അടുത്ത് ഓപ്ഷൻസ് ചോദിക്കും. ഓപ്ഷൻസ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് CFLTC പറയുകയാണെങ്കിൽ അത് അവർ ഏത് CFLTCയിലോട്ട് പോകണമെന്ന് അവർ ഡയറക്റ്റ് ചെയ്യും. ഇല്ല, നമ്മൾ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാനാണ് പിന്നെ നമുക്ക് സമ്മതമെങ്കിൽ ഇപ്പൊ ഐദർ നമുക്കിപ്പോ ഇവിടെ പിന്നെ കാലിക്കറ്റിനെ സംബന്ധിച്ച് മിംസ് ഉണ്ട്, മൈത്ര ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അങ്ങനത്തെ ഹോസ്പിറ്റലിലോട്ട് നമുക്ക് പോകാം. അതിന്റെ താരിഫ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചാർജ് വരുന്നത് ഡോക്ടർ ഗിരീഷിനും ഡോക്ടർ മാധവൻകുട്ടിക്കുമാണ്. അപ്പൊ അവരെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരെ കാര്യത്തിലെ പറ്റി പറയുന്നതായിരിക്കും. ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ സുധീറിനും ഡോക്ടർ നവജീവൻ രാജിനുമാണ്. അപ്പോൾ അവരുടെ ഐഡിയാസും ഈ ഫോറത്തിൽ ഷെയർ ചെയ്യാവുന്നതാണ്. എന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് ആംബുലൻസ് സർവീസ് വിൽ ബി അവൈലബിൾ അറ്റ് റിക്വസ്റ്റ് ഫ്രം ദി കൺസേൺഡ് ഹോസ്പിറ്റൽ. അതായത് മിംസിലാണെങ്കിൽ നമ്മളിപ്പോൾ പോസിറ്റീവ് ആണെന്ന് പറയുകയാണെങ്കിൽ അവർ ആംബുലൻസ് വിട്ടിട്ട് നമ്മളെ കളക്ട് ചെയ്തുകൊണ്ട് പൊക്കോളും. പിന്നെ പറയുന്നത് ഇതൊന്നും എന്റേതായിട്ടുള്ള ക്രിയേഷൻ അല്ല, ഇതെല്ലാം പിന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് ആണ്. പിന്നെ മെമ്പേഴ്സ് ആർ നോട്ട് എന്റർടൈൻ ടു ട്രാവൽ ഓൺ ഡെയർ ഓൺ. നമുക്കിപ്പോ പോസിറ്റീവ് വന്നാൽ ഞാൻ തന്നെ പോയി ഒരു പിന്നെ സ്മാർട്ട് ആവുന്നത് ധരിക്കരുത്. കാരണം അവരെ ഹോസ്പിറ്റലുകാർ അത് എന്റർടൈൻ ചെയ്യുന്നില്ല. കാരണം അവിടെ അനാഥമായിട്ട് വണ്ടി കിടക്കും, പാർക്കിംഗ് പ്രോബ്ലം ഉണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തന്നെത്താനെ പോകുന്നതിനോട് അവരധികം എന്റർടൈൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഓപ്റ്റിംഗ് ഫോർ ഗവൺമെന്റ് ഫെസിലിറ്റീസ് പിന്നെ നമുക്ക് ആംബുലൻസ് 108 മേ ബി പ്രൊവൈഡർ, ഇല്ല ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ആ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം. കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ സുധീറും ഡോക്ടർ നവജീവനും നിങ്ങളോട് ഷെയർ ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഇത് മുമ്പ് ഡോക്ടർ ബിനു ഒക്കെ ചോദിച്ചാണ്, എപ്പോഴും നമ്മൾ വീട്ടിൽ കരുതുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ പോസിറ്റീവ് ആയെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടേഴ്സ് ആകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കരുതിയിരിക്കണം. ഒരു പിന്നെ നമ്മുടെ ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടായിരിക്കണം, ഐദർ ഡിജിറ്റൽ ബാർ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ, ഒരു ഗ്ലൂക്കോമീറ്റർ, ഡിജിറ്റൽ BP ഇൻസ്ട്രുമെന്റ് ഹോസ്പിറ്റൽ വിത്ത് യു. ഇതെല്ലാം നമ്മുടെ ക്ലിനിക്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അത് എടുക്കാൻ മറക്കരുത്. കാരണം ഇതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാം ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട്. ദിസ് വിൽ ലെറ്റ് യു റിമെയിൻ ഇൻഡിപെൻഡന്റ് ഫ്രം നേഴ്സസ്. ഓഫൻ ദേ വുഡ് ഹാർഡ്ലി വിസിറ്റ് യു, സോ യു മൈറ്റ് വാച്ച് അപ്പോൺ യുവർസെൽഫ് ഫ്രീക്വന്റ്ലി. എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഡോക്ടർ ദിനേശ് സൂചിപ്പിച്ച പോലെ നമുക്ക് പൾസ് ഓക്സിമീറ്ററിന്റെ ഇമ്പോർട്ടൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ആ കാര്യം. പിന്നെ നാച്ചുറലി നമുക്ക് വേണ്ട ഡ്രസ്സ്, മൊബൈൽ ചാർജർ, പവർ ബാങ്ക്, ടോയ്ലറ്ററീസ്, പിന്നെ ഫ്ലാസ്ക്, പിന്നെ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എടുക്കാൻ നമ്മൾ മറക്കരുത്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും വേറെ എന്തെങ്കിലും നമുക്ക് വേണ്ട നീഡ്സ് ആയിട്ടുള്ള ബുക്സ്, മാഗസിൻ, അങ്ങനെ എന്തെങ്കിലും വായിക്കാൻ, എന്തെങ്കിലും റിഫ്രഷ്മെന്റ് റിക്രിയേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കരുതാം. ഹോസ്പിറ്റൽ അറേഞ്ച്മെന്റ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് ഡോക്ടർ ഗിരീഷും ഡോക്ടർ മാധവൻകുട്ടിയാണ്. അവൈലബിൾ ഹോസ്പിറ്റൽസ് മിംസ് ആണെങ്കിൽ ഒരു ഹൈസൺ അവരുടെ ഒരു അനക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സിംറ്റംസ്, മൈൽഡ് സിംറ്റംസ് ഒക്കെ ഉള്ളവരെ അവിടെ അവരെനിക്ക് തോന്നുന്നു അതിന്റെ പിന്നെ അവിടുത്തെ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും. ഇതെല്ലാം ഒരു റഫായിട്ടുള്ള എമൗണ്ട് ആണ്. ഇത് നാളെ മിംസിൽ ആരെങ്കിലും പോയിട്ട് ഈ പ്രസന്റേഷൻ 4000 ആണ് എഴുതിയിരിക്കുന്നത്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ബ്ലെയിം ചെയ്യാനല്ല. ഒരു റഫായിട്ടുള്ള ഇത് ഡോക്ടർ ഗിരീഷ് ഇന്നലെ ഞാനുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇത് BMH-ലാണ് 8000, മൈത്രയിൽ 10,000 to 11,000 വരുമെന്നാണ് കേട്ടത്. നിർമ്മല ഹോസ്പിറ്റലിൽ 5,000, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് 6,000. ഇക്രയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്രീ ആണ്. അവർക്കൊരു സെറ്റപ്പ് നമ്മുടെ പലർക്കും അറിയാമെന്ന് തോന്നുന്നു, എറിഞ്ഞിപ്പാലത്ത് അവർക്കുണ്ട്. അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ തന്നെയാണ് വന്നിട്ട് അവിടെയുള്ള കെയർ കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇത്രയാണ് ഇതിനെപ്പറ്റിയുള്ള പിന്നെ ഒരു നമ്മുടെ ആ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ ഡോക്ടർ ഗിരീഷിനാണേലും ഡോക്ടർ മാധവൻകുട്ടിക്കാണേലും നമ്മുടെ താമരശ്ശേരി ബ്രാഞ്ചിലെ ഡോക്ടർ സാലി ഇവരുമായിട്ടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഈ പിന്നെ കോവിഡ് പിന്നെ പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ നോഡൽ ഓഫീസേഴ്സ് ആയിട്ടുണ്ട്. അപ്പം 24/7 എന്ന് പറഞ്ഞ പോലെ നമുക്ക് അവരുടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്താണ് ഒരാൾ അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി അറിയാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടൊക്കെയാണ് നമ്മൾ ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പം അതിനെ കണ്ട് കറക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോവാം. ഈ പറഞ്ഞ പോലെ വേണ്ട മോറൽ സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് എല്ലാം എപ്പോഴും നമ്മുടെ ഉണ്ടായിരിക്കും. ഇപ്പം ഒരാൾ അഥവാ അഡ്മിറ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയുള്ള എല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും മടിക്കേണ്ട കാര്യമില്ല. കോൺഫിഡൻഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത. നമ്മൾ ഇതിങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിനെ നേരത്തെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പിന്നെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പൊ ലക്കിലി ഡോക്ടർ ബിനുവിനൊക്കെ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. മെഡിക്കൽ കോളേജിലെ VIP റൂം കിട്ടിയിരുന്നു. ഇല്ലെങ്കിൽ പൈസയും ഇൻഷുറൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ആ ഹോസ്പിറ്റൽസിൽ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു അമ്യൂണിറ്റീസ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. തീർച്ചയായിട്ടും ഐഡിയ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഡോക്ടർ സിസിയും സ്റ്റേറ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you once again for this wonderful opportunity to share my thoughts with all of you. Thank you. Yeah, thank you, Dr. Antony. As always, ആന്റണിക്കുള്ള ഒരു പ്രത്യേകത ഇതാണ്. ഇറ്റ്സ് എ ബിഗ് ക്വാളിറ്റി ഓഫ് ഹിം. ഓൾവേസ് സ്ട്രക്ചേർഡ് ആയിരിക്കും, വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും. എനി പ്രസന്റേഷൻ ദാറ്റ് ഹി മേക്സ് ആസ് ഹിസ് പേഴ്സണാലിറ്റി ഈസ്. വൺസ് അഗെയിൻ വളരെ നന്നായ രീതിയിൽ തന്നെ ആന്റണി അത് പ്രസന്റ് ചെയ്തു. ടു ഗിവ് ദ റീഅഷ്യൂറൻസ് ദാറ്റ് ദ ഹോൾ കോവിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുറകിലുണ്ട്. ഇറ്റ്സ് ബിഹൈൻഡ് യു, ഇറ്റ്സ് ടു സപ്പോർട്ട് യു എന്നുള്ളത്. നൗ വിൽ move on to Dr. Hussain Manikfan, our past secretary and also the current person behind Idea Hope. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് may I invite Dr. Hussain. Thank you, Dr. Dinesh bhai. Hello. First, hello. കേൾക്കാം. You are audible. ഒരു ഇന്ററപ്ഷൻ. Yes. Yeah, Sudhir bhai. മൈത്രേൻ മിംസിന്റെ ചാർജസ് പറഞ്ഞതിലേ, മിംസിന്റെ ചാർജ് പിന്നെ അത് എനിക്ക് വരുന്നത് മോർ ദാൻ 10,000 ഡെയിലി വരും അവിടെ. കാരണം അവരിപ്പോ ഒരു രണ്ട് ഹൈസനില് ഫസ്റ്റ് ലൈൻ അവിടെ പോകുമ്പോ മാത്രമേ 4,000 5,000 വരുന്നുള്ളൂ. അവിടെയുള്ള ട്രീറ്റ്മെന്റ് 10,000 പെർ ഡേ എന്തായാലും വരുന്നുണ്ട്. പിന്നെ അതുപോലെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷന്റെ ഒന്നും ഞാൻ ആഡ് ചെയ്യാം. കാരണം കുറച്ച് ആംബുലൻസ് നമ്പേഴ്സും കൂടെ കൂടെ ഒന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ നമ്പേഴ്സ് ഒരു സ്ലൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ല നമ്മള് വിളിച്ചിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിക്കാം. പിന്നെ ഹുസൈന്റെ പ്രസന്റേഷൻ പോകുന്നതിന് മുമ്പ് കോവിഡ് റെസ്പോൺസിലെ അല്ലല്ല, നമുക്ക് കോവിഡ് റെസ്പോൺസിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റ്സിന്റെ അവരുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ പ്രൊവൈഡ് ദം an opportunity. But Dr. Madhavankutti is there, people like them. അപ്പൊ അതുപോലെ തന്നെ സുധീർ, you can carry on. സുധീർ അത് ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഞാൻ വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടിന്റെ നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം നമ്മളിവിടെ അവൈലബിൾ ആയ സമയത്താണെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോയിട്ട് ഒരാൾ പോസിറ്റീവ് ആയാലും വണ്ടി എടുത്ത് പോയി നമുക്ക് ചിലപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. അത് പ്രോട്ടോകോൾ അഗെയിൻസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ആ ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവൈലബിൾ ആയ സമയത്താണെങ്കിൽ സപ്പോസ് നമുക്ക് പേഷ്യന്റ്, അതായത് നമ്മുടെ ഫ്രണ്ട് ഡോക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മറ്റും നമ്മളെ ഫിസിക്കൽ പ്രസൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കൂടാതെ ഈ ഒരു കാര്യത്തില് നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ ഫാക്ടറാണ്. ഈ ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കുണ്ടായ അനുഭവം പറയാം. ഞാൻ വീണ്ടും പറയാൻ തന്നെയാണ്. എന്റെ അനിയനും എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു. മക്കളും ടെസ്റ്റ് ചെയ്യാൻ വന്നു. മക്കൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പോസിറ്റീവായി. എന്നെ ഹോസ്പിറ്റലിൽ, ഞാനും അച്ഛനും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയി. അവര് അവിടുന്ന് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളത് വലിയൊരു ഡിബേറ്റ് ആയിട്ട് അവിടെ കുറെ നേരം സംസാരിച്ചിരുന്നു. അവര് സ്പെൻഡ് അറൌണ്ട് 3 hours there. ഒരു വണ്ടി കിട്ടാണ്ട് അവര് നിന്നു. എന്നിട്ട് പോസിറ്റീവായ രേഖ കാർഡ് എടുത്ത് വന്നിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഇഫ് യു ക്യാൻ ഡു സംതിങ് ഓൺ ഇറ്റ്, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ടു ദ കോവിഡ് പേഷ്യൻസ്. വേറെ ഒന്നും നമുക്ക് വലിയ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യാനില്ല. നമുക്ക് മോറൽ സപ്പോർട്ട് മാത്രമേ കൊടുക്കാനുള്ളൂ. ബട്ട് ദിസ് വിൽ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. ഈ ആംബുലൻസ് സപ്പോർട്ടോ വണ്ടി വെള്ളം സപ്പോർട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ
Nobody's ready to do അത് ശരിക്കും ഈ ഇൻഫർമേഷൻ നമ്മുടെ ഇപ്പം ഓഫീസ് ബെയറേഴ്സ് ശരിക്കും ദിസ് ഇൻഫർമേഷൻ ഷുഡ് ബി പാസ് ടു ഈച്ച് ആൻഡ് എവറി മെമ്പർ. ശരിക്കും വൺസ് ദേ ടെസ്റ്റ് പോസിറ്റീവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്, ഇപ്പൊ ഇങ്ങനെ ഒരു കോവിഡ് റെസ്പോൺസ് ടീമിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഷുഡ് ബി ഇൻഫോം ടു ഓൾ ആർ മെമ്പേഴ്സ് ഇൻ ഓൾ ഇറ്റ്സ് ഏർണസ്റ്റ്നെസ്. അത് ശരിക്കും എല്ലാവരും ചെയ്തിരിക്കണം. ആ ഓഫീസ് ശരിക്കും ആ ഇൻഫർമേഷൻ കൊടുക്കണം. ഡോക്ടർ ദിനേശ്, ഒരു കാര്യം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇപ്പൊ നമ്മള് NIT പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പിന്നെ അവിടെ ഒരു ക്വാറന്റൈൻ ഫെസിലിറ്റി ഉണ്ടെന്ന് മുമ്പ് നമ്മള് നടത്തിയ വെബിനാറിലും ഡെപ്യൂട്ടി DMO ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിനെപ്പറ്റി ഡോക്ടർ ഗിരീഷ് ഇന്നലെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പൊ പ്രസന്റ്ലി ആ ഒരു അമ്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത് ഗവൺമെന്റ് സെറ്റപ്പിലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് അത് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തേണ്ട ആ രീതിയിലാണ്. ഇപ്പൊ കറന്റ്ലി ആ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ആ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കുറെ ആംബുലൻസ് അസോസിയേഷൻ ഉണ്ട്. അവിടെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് നമ്പർ തരും. അവരുടെ ഓഫീസിൽ ഏഞ്ചൽ അവർ ആംബുലൻസ് വിട്ടു തരും. അത് 108 ആംബുലൻസ് തന്നെ വേണം. അല്ല, ഇതിലൊരു കാര്യം എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇത് എല്ലാ ആംബുലൻസിനും കോവിഡ് പേഷ്യൻസിനെ മറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ ഒന്ന് അന്വേഷിക്കാം. എല്ലാവരും ട്രാൻസ്പോർട്ട് ചെയ്യും, പക്ഷേ മെഡിക്കൽ കോളേജിൽ ഇറ്റ് ടു ടഫ് ടു ഗെറ്റ്. മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ അത്രയും പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ടു ടഫ്. അപ്പൊ നമുക്ക് അത് ശരിക്കും നമുക്ക് ഈ കോവിഡ് റെസ്പോൺസ് ഡോക്ടർ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇത് തോന്നുന്ന എനിക്ക് വേണമെങ്കിൽ ഡോക്ടർ ഷാജു മണ്ടോളിയുടെ നേതൃത്വത്തിൽ IDA മലബാറിന് ഏതെങ്കിലും ഒരു പിന്നെ ആംബുലൻസ് പ്രൊവൈഡറുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട്. കാരണം ഡെയിലി ഒന്നും നമ്മുടെ ആൾക്കാർ പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊയിലാണ്ടിൽ നിന്ന് ഒരാളായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് കൊടുക്കും. അപ്പൊ അത് നമ്മുടെ അബ്സല്യൂട്ട് നമ്മുടെ കൺട്രോളിലായിരിക്കും. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചുകൂടെ ആ ഒരു ഐഡിയ? തീർച്ചയായും ആലോചിക്കണം. ഞാൻ ഉച്ച കഴിഞ്ഞ് മെഡിക്കലിൽ പോയിട്ട് അവരുടെ ആംബുലൻസിന്റെ ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ നമ്പർ ഇപ്പൊ ജനറലി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ കയറുന്നൊക്കെ ആയിരിക്കില്ലേ. അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രൈവറ്റ് വേറെ ഹോസ്പിറ്റൽസിൽ അധികം ഉപയോഗിക്കാത്ത എനിക്കൊന്ന് വിശ്വാസാന്റെ ഒക്കെ എന്തോ ഒരു കെറഫിൽ ഒരു ആംബുലൻസ് ഉണ്ട്, ഈ റോട്ടറി ഇതൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വലിയ യൂസ് ചെയ്യാണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യമൊക്കെ ഫുൾ കൺട്രോൾ നിൽക്കില്ലേ. കാരണം അത് വിളിച്ചു പറഞ്ഞു അവര് പോയി പിക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരൊറ്റ കാര്യമുള്ളത് എന്താ വെച്ചാല് നമ്മളിപ്പോ ഡോക്ടർ സെലക്ട് ചെയ്ത ഹോസ്പിറ്റൽ ഇപ്പൊ മൈത്രയോ ഇക്കയോ ഇവരൊക്കെ ആണെങ്കിൽ എന്തായാലും അവിടുന്ന് ആംബുലൻസ് വിട്ടോളും. അല്ലാതെയുള്ള കേസിൽ മാത്രമേ ഇതിന്റെ ആവശ്യം വരുള്ളൂ എന്ന് എനിക്ക് അല്ല, ഇപ്പൊ ഈ ഡോക്ടർ വിനു പറഞ്ഞ പോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കത് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരില്ലേ. ഹോസ്പിറ്റലിൽ തന്നെ ഒരു ആംബുലൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയില്ല, വിളിച്ചപ്പോ കിട്ടിയില്ല, ഡിലേ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു സംഗതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നല്ല പേഴ്സണൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതായിരിക്കണം കോവിഡ് ഡെസ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി. ബ്രാഞ്ചിൽ നിന്ന് അതിന്റെ എക്സ്പെൻസ് വഹിക്കുന്ന പോലൊക്കെ എന്തെങ്കിലും ചെയ്തുകൂടെ? നമ്മളിപ്പോ എവിടേക്കാ പോണെന്ന് തീരുമാനിക്കുന്നത് ഹുസൈൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അതെ, കോവിഡ് റെസ്പോൺസ് ഡെസ്കിൽ വേറെ ആർക്കെങ്കിലും ദേ ക്യാൻ ചിപ്പ് ഇൻ വിത്ത് ദിയർ അവരുടെ വ്യൂസ് പറയാം. മാധവൻകുട്ടി ഇസ് ദേർ, നവജീവ് ഇസ് ദേർ. അവർക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഒരു ചാൻസിൽ പറയാവുന്നതാണ്. ഗിരീഷ് ഉണ്ടോ? ഗിരീഷ് ഓക്കെ, ഗിരീഷ്. ഇന്നിപ്പോ ഡോക്ടർ ഓഡിബിൾ അല്ല. ഞാൻ ഇന്നലെ ആശിഷ് വിളിച്ചിരുന്നു ഇന്നലെ. ഇന്നലെ ഡോക്ടർ ആശിഷ് കേൾക്കാനില്ല, ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ട്. ഹലോ, കേൾക്കാം, പക്ഷെ അത്ര ക്ലാരിറ്റി കുറവുണ്ട്. ആശിഷ് പറഞ്ഞത് വേണമെങ്കിൽ അത് ചീഫ് ഫിനാൻസ് ഓഫീസറായിട്ട് സംസാരിക്കാം ആശിഷ്. എന്നിട്ട് നമുക്ക് IDA ഓഫീസ് ബെയറേഴ്സ് എന്നുള്ള ഈ ഓഫീസിന്റെ ഒരു ഇതിലൊരു ടൈപ്പ് ആക്കിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ പാക്കേജ് തരാം എന്നുള്ളത് ആശിഷ് പറഞ്ഞിട്ടുണ്ട്. ഹലോ, അതുപോലെ മറ്റേ മിംസിന്റെ കാര്യം ഡോക്ടർ വീണ എന്ന് പറഞ്ഞ ഒരാളാണ് മൈട്രയിലെ നോഡൽ ഓഫീസർ ഈ കോവിഡിന്റെ. അപ്പം ആശിഷ് ആ കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അവരുടെ ചീഫ് ഫിനാൻസ് ഓഫീസറെ കണ്ടിട്ട് ഒരു പാക്കേജ് നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അറൌണ്ട് 10,000 വരും പെർ ഡേ എന്നാണ് മൈട്രയിലെ കാര്യം.
മിംസിലത് അവിടുത്തെ നോഡൽ ഓഫീസർ സുരേഷാണ്, പീഡിയാട്രീഷ്യൻ. അപ്പൊ സുരേഷിന്റെ അടുത്ത് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ സുരേഷാണ് പറഞ്ഞത് മിംസിൽ ഈ ചാർജാണ് വരുന്നത് എന്നുള്ളത് 4000. അത് ഞാൻ കേട്ടതിൽ തെറ്റിയാണെന്ന് അറിയില്ല. ഹൈസണിന് 4 ആണ്, മറ്റേത് 4 പിന്നെ ഫുഡിന്റെ ചാർജ്. ICU ചാർജസ് വരികയാണെങ്കിൽ അറൌണ്ട് 25,000 to 30,000 പെർ ഡേ. ICU ആണ് എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ചാർജ് വരും. ഹലോ ഗിരീഷ് ഭായ്. പറഞ്ഞോ. അതിലെന്താ മൈത്രയില് ഇപ്പം സോറി മിംസില് ഇപ്പൊ കഴിഞ്ഞ 1 വീക്ക് ആയിട്ട് 3 ആൾക്കാർ കൺസൾട്ടേഷൻ ഈ രോഗീനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു ന്യൂറോളജിസ്റ്റ്, ഒരു പൾമനോളജിസ്റ്റ്, സൈലം ഫിസിഷ്യനും. ഈ 3 പേരും PPE കിറ്റും വിട്ട് പോകുമ്പോൾ എന്തായാലും ആ പൈസ വരും. അപ്പൊ 10,000 ആണ്. ഞാൻ ഇപ്പൊ അനൂപാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇന്നലെ അനൂപിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനൂപ് പറഞ്ഞ അവന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർക്ക് വന്നത് അറൌണ്ട് 124 ആണ്. അപ്പൊ ഏകദേശം 11,000 വന്നു. വേറെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അവിടെ കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുരേഷിനോട് ചോദിക്കാം. അതുപോലെ ഞാൻ കോപ്പറേറ്റീവില് ചോദിച്ചു. കോപ്പറേറ്റീവില് അവര് കോവിഡിന് മാത്രമായിട്ടൊരു ഇതില്ല, പക്ഷെ ഒരു കോവിഡ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ 6,000 പ്ലസ് ഡ്രഗിന്റെ ചാർജസ് ആണ് അവിടെ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇക്കരയുള്ള ഫെസിലിറ്റിയും ഫ്രീ ഫെസിലിറ്റി FLTC ആയിട്ടാണ് കണക്കാക്കുക. നമുക്ക് ഗവൺമെന്റ് സാധനമുള്ളത് നമ്മൾ അവിടെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാം. അവിടുത്തെ സ്റ്റാഫ് തന്നെ അത് ചെയ്യുന്നത്. എത്രയാണ് ഓഫീസർ മൈട്രയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് സംസാരിക്കാം. അവരൊരു പാക്കേജ്. ഓക്കെ. അപ്പൊ കോവിഡ് ഡെസ്കിൽ ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും വ്യൂസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ they can do that now or else നമുക്ക് ഫണ്ട്സ്. യെസ്. ഇപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം എന്തെങ്കിലും ചെയ്യണ്ടേ? ചെറിയ കിഡ്സ് ആണെങ്കിൽ ബിലോ 5 or 6 years ആണെങ്കിൽ ബിലോ 5 ആണെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോവുക തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അങ്ങനെയാണ് സാധാരണ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് നെഗറ്റീവ് ആണെങ്കിലും അമ്മയുടെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് പ്രോട്ടോകോൾ. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ 1-2 കേസ് അങ്ങനെ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ സുധീർ പറഞ്ഞോളൂ. ഹലോ. അല്ല, നേരത്തെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ ആയപ്പോ 3 വയസ്സായുള്ള കുട്ടീനെ മദറിന്റെ കൂടെ കൂട്ടായിരുന്നു. കുട്ടി നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ മദറിന്റെ കൂടെ FLTCയിൽ അഡ്മിറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ എൽഡർലി പേരൻസ് ഉണ്ടെങ്കിലോ? അത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ അവർക്ക് അസിസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇതാണ് സജഷൻ വന്നിട്ടാണ് ഈ മഞ്ചേരി എന്നുള്ള ഒരു നോഡൽ ഓഫീസറുമായിട്ട് ഞാൻ ഇക്കാര്യത്തെ പറ്റി സംസാരിച്ച് പറഞ്ഞത്. മഞ്ചേരി മെഡിക്കൽ കോളേജില് അതായത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ, കോമോർബിഡ് കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത ഒരു ബിലോ 50 ആയിട്ടുള്ള ഒരാളെ വേണമെങ്കിൽ ഇവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഐദർ ഇപ്പം പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ 65 കഴിഞ്ഞ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടും വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെ, ആന്റണി സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഇപ്പൊ ലിജി അവിടെ CFLTC വർക്ക് ചെയ്തപ്പോ ഒരു 4 ഇയർ ഉള്ള കുട്ടിയുടെ ഫാദറാണ് നിന്നത്. നമുക്ക് ഇനിയിപ്പം ഒരു കാര്യം പറയാം. മെമ്പേഴ്സിന് ആർക്കെങ്കിലും ടെസ്റ്റുകൾ ആന്റിജൻ ആണെങ്കിലും RT-PCR ആണെങ്കിലും ചെയ്യാനായിട്ട് കോളേജിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. വലിയ തിരക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. തിരക്ക് തന്നെയാണ് ഇഷ്യൂ കോളേജിൽ പറയുന്നത്. ഡെന്റൽ കോളേജ് ആണ് ഉദ്ദേശിച്ചത്. ഡെന്റൽ കോളേജിൽ ഇപ്പൊ ആന്റിജൻ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും. അവിടെ വലിയ തിരക്കില്ല കേട്ടോ. അവിടെ നല്ല സൗകര്യമാണ്. ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ഡോക്ടർ മെസ്സേജ് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് പാസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ എനിക്ക് ഒന്ന് ആഡ് ചെയ്യാനുള്ളത് ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞതില് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് അവിടെ അഡ്മിറ്റ് ആയതിന്റെ ഒരു സംഭവം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടാവില്ല. ആ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പറയാം. അത് ഹുസൈൻ ആ കാര്യങ്ങൾ വിൽ ബി ഡീറ്റെയിലിംഗ്. അപ്പൊ now we can move to Dr. Hussain with regard to that insurance part. Okay, carry on, Dr. Hussain. Thank you, Dinesh bhai. Respected President, Dr. Joseph CC sir,
then President Malabar Branch, Secretary Malabar Branch, then Idea Can Secretary, then Kozhikode District Committee Chairman Dr. Antony sir, then past Secretary Dr. Ravi sir, past President Dr. Joy Philip sir, then Kunyamma madam, then Dr. Binu Purushottam and DCA members. First of all, I thank Idea Malabar for giving me such an opportunity. അപ്പോൾ നമുക്ക് ഇൻഷുറൻസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ഉള്ളത്. അതായത് നോർമൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസും പിന്നെ കോവിഡ് സ്പെസിഫിക് ഇൻഷുറൻസും. അപ്പോൾ നമ്മുടെ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോപ്പ് മെഡിയാണ് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ മെമ്പേഴ്സിന്റെ മുമ്പിൽ വെക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഹോപ്പ് മെഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നത്, ഡസ് കോവിഡ് കവേർഡ് ഇൻ ഹോപ്പ് മെഡി? ഹോപ്പ് മെഡിയിൽ കോവിഡ് കവേർഡ് ആണ്, കോവിഡ് ട്രീറ്റ്മെന്റും കവേർഡ് ആണ്. അപ്പം അതില് ഒരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് ട്രീറ്റ്മെന്റ്സിൽ ഈ കോവിഡ് ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്പോസബിൾസ് എന്നുള്ള ഒരു ഈ ഡിസ്പോസബിൾസ് ഒരുപാട് യൂസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അത് ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് നമ്മളൊരു ഹോപ്പ് മെഡി അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താലും ഒരു എക്സ്ക്ലൂഷൻ അതിനകത്തുണ്ട്. അതിനകത്ത് ഈ ഡിസ്പോസബിൾസും എല്ലാം ഒരുവിധം വരുന്നുണ്ട്. പക്ഷെ ജൂണിൽ IRDA ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, ഈ ഡിസ്പോസബിൾസ് ഒക്കെ ഇതിനകത്ത് കവേർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഡിസ്പോസബിൾസ് അല്ല, PPE കിറ്റ്സ് ഷുഡ് ബി കവേർഡ് ഇൻ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്തും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവര് 3 കാറ്റഗറി ആയിട്ട് നമ്മുടെ ഈ സിറ്റീസിനെ 3 കാറ്റഗറി ആയിട്ട് അവർ ക്ലാസിഫൈ ചെയ്തു. അതിനകത്ത് മെട്രോ സിറ്റീസ്, അതർ സ്റ്റേറ്റ് ക്യാപിറ്റൽസ്, ദെൻ റെസ്റ്റ് ഓഫ് കൺട്രി. അപ്പൊ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സപ്പോസ് ഒരു 8,000 rupees റൂം വരുന്ന ഒരു റെന്റ് വരുന്ന ഒരു റൂമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 1,200 രൂപയുടെ PPE കിറ്റ് ഒരു ദിവസം കവേർഡ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഒരു PPE കിറ്റ് തന്നെ ഏകദേശം ഒരു 1,000 രൂപയ്ക്കായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട് ചിലപ്പം ഹോപ്പ് മെഡി എടുത്ത ആൾക്കാർക്ക് നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ പേയ്മെന്റ് അതിനകത്ത് ഇപ്പം ഈ കോവിഡ് ട്രീറ്റ്മെന്റിൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് കൊടുക്കേണ്ടി വരും. അതാണ് ഈ നമ്മുടെ ഹോപ്പ് മെഡിയിൽ കോവിഡ് കവറേജ് വരുന്നതിനുള്ള ഒരു പ്രശ്നം. പിന്നെ അതിൽ തന്നെ ഹോപ്പ് മെഡിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏതൊരു കോവിഡ് പോളിസി എടുത്താലും 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു കോവിഡ് പോളിസിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ഹോപ്പ് മെഡിയിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആണ്. നമ്മുടെ പാരന്റ്സ് 80 years ആണെങ്കിൽ 90 years ആണെങ്കിലും നമ്മുടെ പാരന്റ്സ് അതിനകത്ത് കവേർഡ് ആണ്. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഹോപ്പ് മെഡിയിലുണ്ട്. പിന്നെ അതാണ് പിന്നെ ഹോപ്പ് മെഡി ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഏതൊരു ഹോപ്പ് മെമ്പറിനും ഹോപ്പ് മെഡി ആവാം. അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഐഡിയ മലബാർ ബ്രാഞ്ചിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 125 മെമ്പേഴ്സ് ഹോപ്പ് മെഡിയിലുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്കും സമയമുണ്ട്. ഈ October 20th വരെ സമയമുണ്ട്. ഹോപ്പ് മെഡി എടുക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഹോപ്പ് മെഡി എടുക്കണം. ഇപ്പോ ഈ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ നമുക്ക് ആർക്കും സിംറ്റംസ് വരാതെ തന്നെ പോട്ടെ, കോവിഡ് പോസിറ്റീവ് ആവാതെ തന്നെ പോട്ടെ, വന്നാൽ തന്നെ മൈൽഡ് സിംറ്റംസ് ആയിക്കോട്ടെ. പക്ഷെ എന്നാലും നമുക്ക് കൂടുതലായിട്ട് സിംറ്റംസ് കൂടാനും അതുപോലെ നമുക്ക് ഈ ICU ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയും അങ്ങനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഇപ്പൊ ഗിരീഷ് ഭായ് പറഞ്ഞ മാതിരി ഒരു 25,000 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ചാർജ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹോപ്പ് മെഡി ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ഹോപ്പ് മെഡി ഇനിയും October 20th വരെ ഇനിയും എടുക്കാം. അപ്പൊ അതിന് ഹോപ്പ് മെമ്പർ ആവണമെന്നേ ഉള്ളൂ. ഹോപ്പ് മെമ്പർ അല്ലാത്ത ഒരാൾക്ക് ഹോപ്പ് മെമ്പർഷിപ്പും ഇപ്പൊ എടുക്കാം. അപ്പൊ അങ്ങനെ എടുത്തിട്ട് ഈ വർഷം തന്നെ എല്ലാവരും ഹോപ്പ് മെഡിയിൽ ചേരണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് നമുക്ക് ഹോപ്പ് മെഡിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പെസിഫിക് കോവിഡ് കവറേജിനെ കുറിച്ച്, അപ്പൊ ഇതൊക്കെ എങ്ങനെ ഏത് സാഹചര്യത്തിൽ ക്ലെയിം ചെയ്യാന്നുള്ളത് 3 പോളിസിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാം. അപ്പം ഈ സ്പെസിഫിക് കോവിഡ് കവറേജിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻലി ഹെഡ് ഓഫീസിന്റെ പോളിസിയും നമ്മുടെ സ്റ്റേറ്റിന്റെ 2 പോളിസിയും ആണുള്ളത്. ഹെഡ് ഓഫീസിന്റെ പോളിസി എന്ന് പറയുന്നത് ഒരു കവച് പോളിസിയാണ്. അത് ഓൾറെഡി കഴിഞ്ഞു, നമ്മളിൽ പലരും അത് എടുത്തു കഴിഞ്ഞു. അത് പെർ ഹെഡ് 3 lakhs വരെ കവർ ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നത് മറ്റേ യൂണിവേഴ്സൽ സോംപോ ആണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റേറ്റിന്റെ കവച് പോളിസിയും സ്റ്റേറ്റിന്റെ രക്ഷക് പോളിസിയും അതും ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പോ ഈ കവച് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ ബില്ല് അതിനകത്ത് കവർ ചെയ്യാനുള്ള ഒരു പോളിസിയാണ്. അപ്പൊ അതില് നമ്മള് ഇപ്പം നമ്മുടെ കാലിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിൽ മിംസ്, ബേബി, മൈത്ര
ഇക്ര, സ്റ്റാർ കെയർ, ഇതൊക്കെ അതിനകത്ത് കവേർഡ് ആണ്. അപ്പൊ ഓൾമോസ്റ്റ് ഓൾ ദ മേജർ എല്ലാ ഹോസ്പിറ്റൽസും കവേർഡ് ആണ്. അപ്പൊ അതിൽ ഒരുപക്ഷെ നമുക്ക് ക്യാഷ്ലെസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്ത സമയത്ത് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും നമ്മുടെ പ്രീമിയത്തിന്റെ നമ്മുടെ പോളിസിയുടെ ആ പോളിസി ഡോക്യുമെന്റ്, അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുക. അതിൽ പലർക്കും ചിലപ്പോൾ ഇ കാർഡ് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇ കാർഡ് കിട്ടാത്തവരുണ്ടാവും. അപ്പൊ ഇ കാർഡ് കിട്ടാത്തവർ അതൊരു വേവലാതിയായിട്ട് എടുക്കേണ്ട. കാരണം നമുക്ക് ഈ പോളിസി ഡോക്യുമെന്റ് മതി. ആ ഡോക്യുമെന്റ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ആ പോളിസി, സാധാരണ നമ്മൾ ഏതൊരു മെഡിക്കൽ ക്ലെയിമിന് പോകുമ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അത് ചെയ്താൽ മതി. ഈ രക്ഷക് പോളിസിയിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് എല്ലാം കവേർഡ് ആണ്. അതിനകത്ത് ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു കോമോബിഡിറ്റീസ്, അതായത് നമ്മളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, നമ്മൾ ഹൈപ്പർ ടെൻസീവ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു കോവിഡ് വന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുകയും പക്ഷെ അത് കോവിഡുമായിട്ട് ബന്ധമല്ല, അതായത് ഡയബറ്റിക് പെട്ടെന്നൊരു അൺകൺട്രോൾ ഡയബറ്റീസിലേക്ക് പോയി, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാർഡിയാക് പ്രോബ്ലം വന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കോവിഡ് പോളിസീസ് അതിനകത്ത് കവേർഡ് അല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോപ്പ് മെഡിയും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കി വരുന്ന കോമോബിഡിറ്റീസിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് നമ്മുടെ ഹോപ്പ് മെഡിയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോവിഡ് ട്രീറ്റ്മെന്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കോവിഡ് ഇൻഷുറൻസുകാരെയും ഇന്റിമേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ഹോപ്പ് മെഡിക്കാർക്കും നമ്മൾ ഇന്റിമേഷൻ കൊടുക്കണം. അപ്പൊ ഹോപ്പ് മെഡിക്ക് ആർക്ക് ഇന്റിമേഷൻ കൊടുക്കണം എന്നുള്ളത് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓൾറെഡി അത് ഗ്രൂപ്പിൽ ഇട്ടതാണ്, ഹോപ്പ് മെഡിയുടെ ആരെയാണ് നമ്മൾ ഇന്റിമേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോ ഒരു കോവിഡ് പ്രോബ്ലം ആയിട്ടാണ് പോലും ഒരു കോവിഡ് ഇൻഷുറൻസ് എടുത്ത ഒരാള് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാണെന്നുണ്ടെങ്കിൽ അവര് കോവിഡ് ഈ ടീംസിനെയും അത് കൂടാണ്ട് ഹോപ്പ് മെഡിയുടെ ആൾക്കാരെയും കൂടെ ഹോപ്പ് മെഡി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഇന്റിമേഷൻ കൊടുക്കണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ബാക്കി കോമോബിഡിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്കൊരു കോംപ്ലിക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് മെഡിയിൽ അത് കവേർഡ് ആയിരിക്കും. അപ്പം അതാണ് രക്ഷക്കിന്റെ ഹലോ അപ്പൊ രക്ഷക്കിന്റെ പോളിസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്യൂർലി ഒരു സം അഷ്യൂർഡ് പോളിസിയാണ്. അതായത് നമ്മൾ ആ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അതിൽ പറയുന്നത് രണ്ട് ക്രൈറ്റീരിയാസ് ആണ്. നമ്മൾ പോസിറ്റീവ് ആയ ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഒരു ലാബിന്ന് വേണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ നമ്മൾ 72 hours ഹോസ്പിറ്റലൈസ് ആയിരിക്കണം. അപ്പം ഇതിന് നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ആൾക്കാര് ഈ ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലൈസേഷൻ, അതായത് അന്ന് ഒരു 2 മാസം മുമ്പാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസേഷനൊക്കെ വളരെ കുറവായിരുന്നു, അധികം FLTCയിലേക്കായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ FLTCയിൽ നമ്മൾ 72 hours അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോളിസി ആക്റ്റീവ് ആവോ ഇല്ലയോ എന്നുള്ള അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് ഇൻഷുറൻസ് ആയിട്ട് സംസാരിച്ചപ്പോൾ അവരത് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ FLTCയിലാണെങ്കിൽ പോലും 72 hours കിടന്നാൽ നമുക്ക് ഈ പോളിസി ക്ലെയിം ചെയ്യാം. പക്ഷെ അതിൽ നമ്മുടെ ഒരു മെമ്പർ ഓൾറെഡി പോസിറ്റീവായ ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ബാക്കി കാര്യങ്ങളിലും സംസാരിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ പല FLTCയിലും ഇതൊരു മോണിറ്റർ ചെയ്യാനുള്ള ഒരാള് അവിടെ അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ FLTCയിൽ പോയി നമ്മൾ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ 3 ദിവസം അഡ്മിറ്റ് ആയി അല്ലെങ്കിൽ ഒരാഴ്ച ഇവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഈ ചില FLTCന്ന് മനസ്സിലായതും അതുപോലെ നമ്മുടെ ഒരു മെമ്പറിന്റെ തന്നെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ പോളിസി ക്ലെയിം ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ കഴിയുന്നതും ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ആവുന്നതാണ് നല്ലത്. അത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ബേബി, മിംസ്, മൈത്ര എല്ലാ സ്ഥലവും ഇപ്പം ഈ കോവിഡ് പേഷ്യൻസിനെ അവർ എടുക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ അഡ്മിറ്റ് ആവുകയും ഇപ്പൊ മിംസിലൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിംസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നേരെ നമ്മളെ ഹൈസണിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഹൈസണിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഈ പറഞ്ഞ മാതിരി അവിടെ ആയിരിക്കും ബാക്കി ട്രീറ്റ്മെന്റ്സ് ഒക്കെ തരുന്നത്. അപ്പം അങ്ങനെ 3 ദിവസം ഹോസ്പിറ്റലൈസേഷനും ഈ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് കൊറോണ രക്ഷക് പോളിസി നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഈ 3 പോളിസീസും ഇനിയും എല്ലാ മെമ്പേഴ്സിനും എടുക്കാം.
കൊറോണ ആണെങ്കിലും കൊറോണ രക്ഷക് പോളിസി ആണെങ്കിലും കൊറോണ കവച് പോളിസി ആണെങ്കിലും നമ്മുടെ ഹോപ്പ് മെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഒക്ടോബർ 20 വരെ ഹോപ്പ് മെഡി എടുക്കാം. ബാക്കി പോളിസികൾ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല, ഇനി എപ്പോഴാണ് ക്ലോസ് ചെയ്യാന്നറിയില്ല. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ കയ്യിൽ കരുതി വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മറ്റേ ഈ കൊറോണ കോവിഡ് ആ ഒരു പോളിസിയുടെ ആ ഒരു പോളിസിയുടെ ഒരു പോളിസി ഡോക്യുമെന്റ് കയ്യിൽ കരുതി വെക്കുക. പിന്നെ ആരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. അതിന് നമ്മുടെ കോവിഡ് റെസ്പോൺസ് ടീം ഉണ്ട്. അത് ആന്റണി സാർ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു കമ്മിറ്റി ഉണ്ട്, ക്വാറന്റൈനിന് വേറൊരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ അവരെ ബന്ധപ്പെടുക. ഇൻഷുറൻസുമായിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. അപ്പം ആ സമയത്ത് നിങ്ങൾ ആരെയാ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന്, നിങ്ങൾ ആർക്കാ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോ ഇതാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ ഹുസൈൻ, ഒരു ഡൗട്ട്. ഇപ്പൊ പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഒരു മെമ്പർ BMH അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് സിംറ്റംസ് ഒന്നുമില്ല. പുള്ളി എക്സ്ക്ലൂസീവ്ലി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അഡ്മിറ്റ് ആയിരിക്കുന്നു ഹൈപ്പോത്തറ്റിക്കലി സങ്കല്പിക്കുക. അപ്പോ അദ്ദേഹത്തിന് 3 days കഴിയുമ്പോൾ വോളണ്ടറി ആയിട്ട് ഡിസ്ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ടോ? അതെങ്ങനെയാണ് അത് ഡീൽ ചെയ്യാം? ഉണ്ട്. അത് ഹോസ്പിറ്റലിന് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു ഡിസ്ചാർജ് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡിസ്ചാർജ് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ, അപ്പോൾ എനിക്ക് തോന്നുന്നത് അവര് നെഗറ്റീവ് ആവാണ്ട് ഹോസ്പിറ്റലുകാര് ആ ഒരു വിത്ത് പെർമിഷൻ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നമുക്ക് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസറി, അതായത് DAM പ്രകാരം നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ഹോം ക്വാറന്റൈൻ ചെയ്യാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ DAM ചെയ്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ മതി. സെൽഫ് ഡിക്ലറേഷൻ ഒന്നും വേണ്ട, ഡിക്ലറേഷന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അസിംപ്റ്റമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ DAM പ്രകാരം നമുക്ക് വീട്ടിൽ സെൽഫ് ക്വാറന്റൈനിൽ പോകാം. പക്ഷെ നമ്മളെ ഇവിടെ തന്നെ ഒരു മെമ്പർ സെൽഫ് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് പോസിറ്റീവ് മെമ്പേഴ്സ് അവർ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ഹോസ്പിറ്റൽ. ഡോക്ടർ ഹുസൈൻ, പിന്നെ അങ്ങനെ അതിന് ഒരു ലീഗലായിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? പാർട്ടി റിക്വസ്റ്റ് നമ്മൾ ഡിസ്ചാർജ് മേടിക്കുന്നില്ല? ഇല്ല, അത് അവരെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തു, നമ്മൾ അത്രേ ഉള്ളൂ. അതേ അവര് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോ ഈ ഡിസ്ചാർജിന് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതിന്? പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന് ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും പർട്ടിക്കുലർ ഫോർമാറ്റ് പറയുന്നുണ്ടോ? ഇല്ല, അവര് പറയുന്ന 2 കണ്ടീഷൻസ് ആണ്. 72 hours ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതാണ്. അത് നമ്മുടെ ഡിസ്ചാർജ് സമ്മറി നമ്മുടെ ഡിസ്ചാർജ് സമ്മറി തന്നെയാണ്. സമ്മറിയാണ് അതിനുള്ള സർട്ടിഫിക്കറ്റ്. മറ്റേ 72 hours നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നുള്ളതും നമ്മളുടെ ഇത് നമ്മൾ കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ കേട്ടോ. നമ്മള് ഡോക്ടർ നമ്മളെ ഹോസ്പിറ്റലൈസ് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട വ്യക്തിയാണെന്ന് ഡോക്ടർ തരുന്ന ഒരു കത്ത് വേണം. ഒറിജിനൽ മെഡിക്കൽ ബിൽസ് വേണം. വിത്ത് മെഡിക്കൽ ബിൽസ് വിത്ത് നമ്മുടെ മരുന്നിന്റെ എല്ലാ സാധനവും, പിന്നെ അവരുടെ ഫോമും പൂരിപ്പിച്ച് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. എന്നാൽ മാത്രം രക്ഷക്കിന് ബിൽസിന്റെ ആവശ്യമുണ്ടോ ഡോക്ടറെ? കാരണം അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇത് മറ്റെന്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹോസ്പിറ്റൽ ബിൽസിന്റെ ആവശ്യമില്ല, ഈ 2 ഡോക്യുമെന്റ്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ അതൊന്നുകൂടെ ഡോക്ടർ പറഞ്ഞ ആളെ ഞാൻ വിളിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ മെയിൽ ID-യിലേക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ളത് അവര് മെയിൽ ചെയ്യാൻ പറഞ്ഞു. അവർ അയച്ചത് പ്രകാരം ഒരു 7 സാധനങ്ങൾ ഞാൻ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ 2 മാത്രമല്ല, അതിനകത്ത് ഇതെല്ലാം പെടും. അത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ഞാൻ മെയിൽ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മെയിൽ വായിച്ച് കേൾപ്പിക്കാം. ഡോക്യുമെന്റ്സ് നീഡഡ് ഫോർ ആൻ ഇൻഷുറൻസ് ക്ലിയറൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 24 hours അവർ ഇൻഫോം ചെയ്യണം അവരെ. അതെ, ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ളത്. യെസ് ഹുസൈൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഹുസൈൻ, നമ്മളിപ്പോ ഈ പിന്നെ കേരള സ്റ്റേറ്റിന്റെ ഇത് നമ്മൾ രക്ഷക് പോളിസി എടുത്തു, ഞാനും ഫാമിലി എന്റെ സ്റ്റാഫിനൊക്കെ വേണ്ടിയിട്ട്.
അതിന്റെ ഒരു പോളിസീസും എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. അത് മെയിലിലാ ഉണ്ടാവുക സാർ. മെയിൽ വന്നിട്ടില്ലായിരുന്നേ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പലതവണയും ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. പോളിസി കയ്യിൽ കിട്ടാത്തവര് ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഈ മറ്റേ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കോവിഡ് ഒരു ഇൻഷുറൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തോണ്ടിരുന്നു, അഖിലിനെ വിളിച്ചോണ്ടിരുന്നു. അല്ല അഖിലല്ല സാർ, അഖിലൊക്കെ തുടക്കത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് സാർ എനിക്കൊരു ഒരു പേഴ്സണൽ മെസ്സേജ് എനിക്ക് സാർ അയച്ചാൽ മതി, അത് ചെയ്തു തരാം. ഞാനിതൊന്ന് ഞാൻ വായിക്കാം. ഡോക്ടർ വായിച്ചോളൂ. Claim form duly filled and signed by the insured. Certificate from attending medical practitioner mentioning the first symptoms and date of occurrence of ailment. All treatment papers of current ailment including previous treatment papers if any. Original discharge card from the hospital. Investigation reports including insured patients, test reports from authorized diagnostic center for COVID. Original hospital bill and receipts. Original bills of chemist, medical practitioner, medical investigation, etc. supported by the doctor's prescription. NEFT details and personalized cancel check, passbook copy in the name of proposer for electronic fund transfer. Valid photo ID proof of the patient. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതെ, രക്ഷക് പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു സംശയം വന്നത്, കാര്യം ഇതിനകത്ത് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഒറിജിനൽ ബിൽസ് ആൻഡ് റെസീപ്റ്റ്സ്, പിന്നെ ഒറിജിനൽ ബിൽസ് ഓഫ് കെമിസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണർ, പിന്നെ അങ്ങനെ എല്ലാം ഒറിജിനൽ നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പം ഒരാള് തന്നെ ഇപ്പൊ രക്ഷയ്ക്കും കവചും പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഒറിജിനൽ അല്ലേ കിട്ടുള്ളൂ, ഒന്നല്ലേ അപ്പൊ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ചെയ്യുന്നത് സെയിം കമ്പനിയാണ്. അത് അവർ സ്പെസിഫിക് ആയിട്ട് അതിനു മുമ്പുള്ള മീറ്റിംഗിൽ നമ്മളെടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ചെയ്യുന്നത് സെയിം കമ്പനി ആയതുകൊണ്ട് നിങ്ങൾക്ക് സിംഗിൾ ഡോക്യുമെന്റേഷൻസ് വിത്ത് സിംഗിൾ ഡോക്യുമെന്റേഷൻസ് യു ക്യാൻ ക്ലെയിം ബോത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു പോളിസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലേ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. വേറെ പോളിസി ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ ക്ലെയിം ഇതിന്റെ കോട്ട് എടുത്ത സമയത്ത് നമുക്ക് മറ്റേ ഈ യൂണിവേഴ്സൽ സോംപോയിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഫ്യൂച്ചർ ജനറലയുടെ ഒരു കവച് പോളിസി ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ഓഫീസ് പോളിസി ഓൾറെഡി മറ്റേ യൂണിവേഴ്സൽ സോംപോ ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ സെയിം കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർക്കും കൂടെ ഒറ്റ ഡോക്യുമെന്റേഷൻ എന്നുള്ള ആ ഒരു ഇഷ്യൂ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവരെ തന്നെ നമ്മൾ ഇതിനകത്ത് ഓപ്റ്റ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ അതിലും കുറഞ്ഞ പ്രീമിയം ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഹോപ്പ് മീഡിയ ആണെങ്കിലോ, ഹോപ്പ് മീഡിയയിൽ എന്താ ചെയ്യാം? അതിലൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ബില്ലുകൾ വേറെ കളക്ട് ചെയ്യേണ്ടി വരും. കോമോർബിഡിറ്റീസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. Dr. Prince, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബില്ല് കിട്ടും, അതാ പ്രശ്നം. Dr. Prince, can you share some more your personal experiences? Dr. Prince ആണല്ലേ അത്? അതെ. Dr. Princeനെ കുറച്ചും കൂടെ ആ ഒരു as you have gone through all this, നേരത്തെ ഡോക്ടർ ബിനു പറഞ്ഞ പോലെ what was your experience with regard to being positive and how did you? എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡോക്ടറെ, ഇത് പേടിക്കാനുള്ള ഒരു സംഭവം ഇല്ല. ഇത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ 90% പേർക്കും ഒരു ചെറിയൊരു പനിയായിട്ട് വന്നു പോയിട്ടുണ്ടാകും. ഞാൻ പിന്നെ ഓൾഡ് പേരൻസ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാനൊരു പനി വന്നപ്പം ട്രൂനാറ്റ് ടെസ്റ്റ് ചെയ്തു. ട്രൂനാറ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. അങ്ങനെ ഞാൻ ഐസൊലേഷനിൽ പോയി. ഞാൻ പനി വന്ന ഉടനെ ഐസൊലേഷനിൽ പോയായിരുന്നു. ടെസ്റ്റ് വന്നത് ഒരു 2 days കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും ഞാൻ അസിംപ്റ്റമാറ്റിക് ആയിരുന്നു. എനിക്ക് 24 hours മാത്രമേ സിംറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ, വേറെ സിംറ്റംസ് ഒന്നും ഇല്ല. ഇത് പേടിക്കാനുള്ള സംഭവം ഒന്നും അല്ല. നമുക്ക് എല്ലാവർക്കും പോയിട്ടുണ്ടാകും. എന്തോ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എവിടുന്നാ എടുത്തത്?
FLTC? അല്ല, ഞാൻ ബേബിയിൽ അഡ്മിറ്റ് ആയിരുന്നു. 3 days ഈ പറഞ്ഞ പോലെ ഈ ഇൻഷുറൻസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അഡ്മിറ്റ് ആയതാ ഞാൻ ബേബിയിൽ. ബേബിയിൽ ഒരു 60 ബെഡ്സോളം അവൈലബിൾ ആണ് കേട്ടോ. 60 ബെഡ്സോളം ബേബിയിൽ അവൈലബിൾ ആണ്. അപ്പം ഒരു 15 to 20 പേഷ്യൻസ് എവറി ഡേ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്. അപ്പൊ ബേബിയിൽ റെഡിലി ബെഡ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മള് അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ നമുക്ക് 3 days ശേഷം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദിവസം DAM ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസറി നമുക്ക് ഡിസ്ചാർജ് തരും. അപ്പം അത് തരും. അത് തന്നതിന് ശേഷം നമുക്ക് വീട്ടിൽ ഐസൊലേഷനിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതിനുള്ള അഡ്വൈസ് അവർ തരും. നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. നമ്മൾ അസിംപ്റ്റമാറ്റിക് ആന്നേല് സിംറ്റംസ് ഉണ്ടെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നെഗറ്റീവ് ആയെങ്കിൽ ഡിക്ലറേഷൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഡിക്ലറേഷൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഡോക്ടർ പ്രിൻസി 3 days എത്ര ബില്ല് ചെയ്തവരെ? എനിക്ക് ഈ 3 days ഞായറാഴ്ച വൈകുന്നേരം തൊട്ട് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഉള്ളതിന് എനിക്ക് 33 ചിലവാനുമായി. ക്യാഷ്ലെസ് ആയിട്ട് ചെയ്താണോ അതോ വിത്ത് ക്യാഷ്? അല്ല, ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാന്നേൽ എനിക്ക് ഒറിജിനൽ ബിൽസ് കിട്ടിയല്ല. ഞാൻ ഈ രക്ഷകിന് വേണ്ടി മാത്രമാണ് ഞാൻ അഡ്മിറ്റ് ആയത്. അപ്പൊ ഒറിജിനൽ ബിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറൊരു ഇൻഷുറൻസ് എനിക്ക് ക്ലെയിം ചെയ്യാൻ ഒക്കെയല്ല. അപ്പൊ അല്ല, ഈ രക്ഷക് പോളിസി ക്യാഷ്ലെസ് ഓപ്ഷൻ ഇല്ലേ? അല്ല, രക്ഷക് പോളിസി ഇതല്ലല്ലോ. അത് ഇതല്ലേ, ഒരു മണി ബാക്ക് പോളിസി അല്ലേ? ഒരു കൺസോളിഡേറ്റഡ് എമൗണ്ട് നമുക്ക് കിട്ടുന്നതല്ലേ? അപ്പൊ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഈ സാധനങ്ങൾ വെച്ചിട്ട് ഇനി ഞാൻ മെയിൽ അയക്കണം. ഒന്ന് സ്കാൻ ചെയ്ത് കോപ്പീസ് എല്ലാം അയക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പം ഇതിന്റെ ഒറിജിനൽസ് ഞാൻ അവരുടെ ഓഫീസിലേക്ക് പോസ്റ്റും ചെയ്യണം, കൊറിയറും ചെയ്യണം. എന്നിട്ട് കവചം രക്ഷക്കും ഒന്നിച്ചെടുത്താലുള്ള അഡ്വാൻറ്റേജ് ആണ് ഇപ്പം. അതായത് നമ്മളിപ്പം ഈ ഡോക്ടർക്ക് 35,000 നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കവച് പോളിസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അത് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ പറഞ്ഞ രക്ഷക്കിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് ക്ലെയിം ചെയ്യാനും പറ്റും. അത് പറ്റുമായിരിക്കാം. ഡോക്ടർ ആൻജോ ഡോക്ടർ ഞാൻ ഹോപ്പിന്റെ റെപ്പായിരുന്ന സമയത്ത് വോയിസ് ബ്രേക്ക് ആവുന്നു. ഓഡിയോ ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ ബെറ്റർ ആണോ? ഞാൻ ഹോപ്പിന്റെ ട്രസ്റ്റ് ആയിരുന്ന സമയത്ത് ഹോപ്പ് മെഡിന്റെ പോളിസീസ് ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലക്സ് സാർ ഉണ്ടായിരുന്നില്ല, കോസ്മോസിന്റെ അലക്സ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ ഞാൻ ഡിസ്കസ് ചെയ്തതിന്റെ റീസൺ പറഞ്ഞ പലർക്കും സ്വന്തം ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഹോപ്പ് മെഡിയും കൂടി എടുത്തു കഴിഞ്ഞാൽ കണ്ടു കിട്ടില്ലല്ലോ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന പലർക്കും രക്ഷക്കും ഇതും യൂണിവേഴ്സൽ സോംബോന്റെയാണ്. നമ്മുടെ ഹോപ്പ് മെഡി ഇപ്പൊ ഇത്തവണ ഈ വർഷം ന്യൂ ഇന്ത്യയാണ്. അപ്പൊ രണ്ടല്ലേ, നമുക്ക് ഒരു ഹോസ്പിറ്റൽ ബില്ലല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഈ ഒരു കേൾക്കാമോ? അന്ന് അലക്സ് സാർ നമുക്ക് 2 ഇൻഷുറൻസും അറ്റ് എ ടൈം തന്നെ ക്ലെയിം ചെയ്യാം. ഓക്കെ, അതിന് എന്താ സാധാരണ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിന്റെ തേർഡ് പാർട്ടിയാണ് നമ്മുടെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം വരുന്ന അഡ്മിഷൻ സമയത്ത് തന്നെ നമ്മൾ 2 ഇൻഷുറൻസ് ഗ്രൂപ്പിനെയും അറിയിക്കണം. നമ്മൾ പ്രൈമറി ആയിട്ടുള്ളത് ഏത് ഗ്രൂപ്പിനാണോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അവരോട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ഇൻഷുറൻസും കൂടി ഉണ്ട്, അവിടെ നിന്നും കൂടി നമുക്ക് ക്ലെയിം ഉണ്ട് എന്ന് പറയാം. സപ്പോസ് നമ്മുടെ ഒരു ഇൻഷുറൻസ് നമുക്ക് 2 ലക്ഷവും വേറൊരു ഇൻഷുറൻസിൽ 5 ലക്ഷമാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലെയിം ചെയ്തിട്ട് കിട്ടാത്ത എമൗണ്ട് നമുക്ക് മറ്റേത് ക്ലെയിം ചെയ്യാം. സപ്പോസ് നമ്മുടെ ടോട്ടൽ ബില്ല് 3 lakhs ആണ്, ഒരു ഇൻഷുറൻസ് നമുക്ക് 2 തരുന്നുള്ളൂ, നമുക്ക് ബാക്കി 1 lakh നമുക്ക് മറ്റേ ഓൾട്ടർനേറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യാം. അപ്പൊ യൂഷ്വലി അവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 പേരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ TPA എന്ന് പറയുന്ന തേർഡ് പാർട്ടിയാണ് നമ്മുടെ ഒറിജിനൽ ബിൽസ് എല്ലാം എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അവർ തമ്മിൽ ഷെയർ ചെയ്യാം. ഇൻഷുറൻസ് കമ്പനീസ് തമ്മിൽ ഷെയർ ചെയ്യും. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബിൽസ് കിട്ടില്ല. ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ബില്ല് തന്നെ കിട്ടുള്ളൂ, കോപ്പീസ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ യൂഷ്വലി തേർഡ് പാർട്ടീസ് തമ്മിലാണ്, ഈ TPAs തമ്മിലാണ് അത് ഷെയർ ചെയ്യുക. സോ ദാറ്റ് നമ്മളിപ്പോ 2 ഇൻഷുറൻസ് കമ്പനി നമുക്ക് 2 ലക്ഷം രൂപ ക്ലെയിം ഉണ്ടെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് 2 ലക്ഷവും പിന്നെ സ്ഥലത്ത് 2 ലക്ഷം കൂടി ചേർത്ത് നമ്മൾ അസുഖം വന്നിട്ട് അവസാനം 4 ലക്ഷം രൂപ ക്ലെയിം ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ
what amount has been claimed, what all things has been covered by us, what else can be provided എന്നുള്ള അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ റിലീസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഹോപ്പ് മെഡി ഉണ്ടെങ്കിലും ഈ കവചോ രക്ഷകോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് രണ്ട് ഡിഫറെന്റ് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും യു കൻ സ്റ്റിൽ ഗെറ്റ് ദ മണി എന്നാണ് അന്ന് അലക്സ് സാർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, അത് തന്നെയാണ് കറക്റ്റ്. അത് ശരിയാണ്. അല്ല, അപ്പൊ ഈ തേർഡ് പാർട്ടിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അത് ആരാണ് ഇപ്പൊ? അതൊന്നല്ല, നമ്മളിപ്പോ ഡീൽ ചെയ്യുന്നത് ത്രൂ തേർഡ് പാർട്ടി തന്നെയാണ്. നമ്മളിപ്പോ നമ്മൾ കണ്ടുപിടിക്കണ്ട, നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഡീൽ ചെയ്താൽ മതി. ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ ആ ഒരു കക്ഷിയെ ഡോക്ടർ വിളിച്ചില്ലേ, പുള്ളി തന്നെയാണ് ഇതിന്റെ ഈ ഡീൽ ചെയ്യുന്ന തേർഡ് പാർട്ടിയുടെ ഡീൽ ചെയ്യുന്ന ആള്. നമ്മൾ തേർഡ് പാർട്ടിയായിട്ട് ഇടപെടേണ്ട, തേർഡ് പാർട്ടി നമ്മുടെ കൺസേൺ അല്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവർക്ക് അവർക്ക് ക്ലയന്റ് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച ഓക്കെ. അപ്പൊ നമ്മള് ക്ലയന്റ് ആണ്, നമ്മളെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു. ഇൻഷുറൻസ് കമ്പനിയാണ് അവർ TPA ഏർപ്പാക്കിയിട്ടുള്ളത്. they don't know who to be paid what, that the TPA will tell them. അപ്പൊ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഓരോ രണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് സെപ്പറേറ്റ് TPAs ആയിരിക്കാം. അപ്പൊ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ആവുന്ന സമയത്ത് ഇന്റിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഹോപ്പ് മെഡി ഉണ്ടെങ്കിൽ ഹോപ്പ് മെഡിയുടെ ആൾക്കാർക്ക് ഇന്റിമേഷൻ കൊടുക്കുക. ബാക്കി മറ്റേ കൊറോണയോ മറ്റേ രക്ഷക്കോ കവചോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇന്റിമേഷൻ കൊടുക്കണം വിത്തിൻ 24 hours. അല്ല, നമുക്ക് ഈ കവചില് നമുക്ക് ക്യാഷസ് കിട്ടുന്ന വിചാരിക്കാം. പക്ഷെ ഈ ഹോപ്പ് മെഡിയിൽ ഞാൻ പണ്ട് ഹോസ്പിറ്റലായ സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ക്യാഷസ് എടുക്കണ്ട, നിങ്ങൾ റീംബേഴ്സ്മെന്റ് ചെയ്തിട്ട് പിന്നെ ക്യാഷസ് ചെയ്താൽ മതി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ സപ്പോസ് അത് ആ പെർട്ടിക്കുലർ ആ ഒരു മെമ്പറിനെ അങ്ങനെ പറയാറില്ല നോർമലി. അപ്പൊ അതിലൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടെന്ന് നമ്മളിപ്പോ വേറൊരു ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് നമ്മളെ ഹോസ്പിറ്റലുകാരെ നേരത്തെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോ നമുക്ക് ആ ബില്ല് ചെയ്യുന്ന എമൗണ്ടിന്റെ ആ ഒരു എമൗണ്ട് കൂടിക്കളയും. അപ്പൊ അങ്ങനെ കൂട്ടുന്ന സമയത്ത് സപ്പോസ് നമ്മൾ നമ്മുടെ പാരന്റ്സിനോ മറ്റോ വേണ്ടിയാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്നതെങ്കിൽ ഓൾറെഡി പാരന്റ്സ് കോ ഷെയറിംഗ് ആണ്. അതായത് അവരുടെ 30% എക്സ്പെൻസ് നമ്മൾ എടുക്കണം. അപ്പൊ അവർ ഈ ബില്ല് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന 30% എമൗണ്ട് തന്നെ കൂടുതലായിരിക്കും. അത് ശരിക്കും നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പാരന്റ്സിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് കഴിയുന്നത് നമ്മൾ റീഇംബേഴ്സ്മെന്റിലേക്ക് പോവുക. കാരണം അതായിരിക്കും അത് പ്രിഫർ ചെയ്യുക, അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ലാഭം ഉണ്ടാവുക. Okay, നമുക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം we can discuss it over here. Otherwise, we have many seniors in the panel. I can see Ramanohar sir is there, Kunjama ma'am, Joy Phillips sir is there. You people, have you any views to I take this opportunity to thank Ramanohar sir. Ramanohar sir തന്നെ ഏകദേശം ഈ ഒരു വർഷം നമ്മുടെ ഹോപ്പ് മെഡിയുടെ ഒരു അംബാസിഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഐഡിയ മലബാറിന്റെ സാറ് തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് സാറ് വഴി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഹോപ്പ് മെഡിയില്. അതിന് ഞാൻ സാറിന് താങ്ക്സ് പറയുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കട്ടെ? അത് സപ്പോസ് യുവർ അസിസ്റ്റന്റ് ഫോൾസ് സിക്ക്, അപ്പം എന്താ പ്രൊസീജിയർ? അവരെ നമ്മളെ ഇപ്പൊ ഫോൺ ചെയ്ത് പറയായിരിക്കും ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. the insurance thing. My wife Mala has taken the coverage for both the assistants. Assistants. അപ്പം അവർക്ക് വന്നു കഴിഞ്ഞാൽ അവര് ഫോൺ ചെയ്ത് നമ്മളോട് പറയായിരിക്കും ചെയ്യുക. അപ്പൊ എന്താണ് ചെയ്യാൻ അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? അത് രക്ഷക് പോളിസി ആണെന്നുണ്ടെങ്കിൽ സാർ ഈ പറയുന്ന മാതിരി അവരെടുത്ത് മിക്കവാറും നമ്മുടെ സ്റ്റാഫൊക്കെ പോസിറ്റീവ് ആവാണെന്നുണ്ടെങ്കിൽ അവരൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയിരിക്കും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ആവുന്നതിൻ്റെതും ആ റെക്കോർഡ്സ് ഒക്കെ അവരെ കയ്യിൽ വെക്കാൻ പറയാ. എന്നിട്ട് അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവരെ ഈ പെർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്മിറ്റിയെ ഇൻഫോം ചെയ്യണം, ഇന്റിമേറ്റ് ചെയ്യണം. അതിന് എന്നെ വിളിച്ചാൽ മതി, എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, അതനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം. Dr. Hussain will be there to attend to all these kind of things. രണ്ടാമത് ഒരു ചോദ്യം കൂടി. ഇപ്പം എന്റെ വൈഫ് മാല is in Davangere. Suppose she gets it there, she can approach one of the hospitals there, right? Yeah, sure sir. Sure. ഇതൊരു നാഷണൽ നെറ്റ്വർക്ക് ആണ്. ഇത് അവരുടെ നെറ്റ്വർക്കിലുള്ള
ഏത് ഹോസ്പിറ്റൽസ് ആണെങ്കിലും അത് ആക്സെപ്റ്റഡ് ആണ്. അതിന്റെ ലിസ്റ്റ് ഓൾറെഡി ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സർ. Which all hospitals are covered. Thank you, sir. Great job. Yeah. Thank you, sir. Any more inputs from Dr. Ravi? Is there past CD national? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ബിനു പുരുഷോത്തമൻ ഉണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എടുക്കാം. ബിനു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ബിനുവിന് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ അവൻ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പൊ അത് വേണമെങ്കിൽ ഇപ്പൊ രക്ഷകൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ലേ? ശരിക്കും ഫ്രീ ഐ തിങ്ക്. അപ്പൊ അതുകൊണ്ട് വലിയ ആവശ്യമില്ല. അല്ല, രക്ഷയ്ക്ക് ഇറ്റ് ക്യാൻ ബി ക്ലെയിം. For രക്ഷയ്ക്ക് ഇറ്റ് ക്യാൻ ബി ക്ലെയിം. ലംസം ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. പോളിസി എടുത്തിട്ടുണ്ടോ ഹുസൈൻ? ബിനോ പോളിസി എടുത്തിട്ടുണ്ടോ? ഇല്ല എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ കാര്യമില്ല. പ്രിൻസ് അതിന് കുറച്ചും കൂടെ പറയാൻ പറ്റിയ പ്രിൻസിനാണ്. പ്രിൻസ് അല്ല, സാറ് ചോദിച്ചത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് ബിൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ഡിസ്ചാർജ് സമ്മറി ഈസ് വാലിഡ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അവരുടെ ഈ കമ്പനിയുമായിട്ട് സംസാരിച്ചപ്പോ. അപ്പൊ അവരങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു കോംപ്ലിക്കേഷൻ വരില്ല. അപ്പൊ അതൊന്ന് ഹുസൈൻ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നല്ലതാണ്. കാരണം പ്രിൻസിനോട് ഇങ്ങനെ പറഞ്ഞു ബില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനെ. ഇല്ല സാർ, അത് ഓൾറെഡി സംസാരിച്ചതാണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. അല്ല, ഡോക്ടർ നികേഷിനോട് ഒരു സ്ലോട്ട് കൊടുത്തോളൂ. നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് സെക്ഷനില്ല. ബിക്കോസ് ഐ ബി ഹാൻഡിങ് ഓവർ ദ മൈക്ക് to these people now. The vote of thanks session ആയി. അപ്പം തോന്നുന്നു കുറച്ചെങ്കിലും നമ്മൾ വിചാരിച്ച സംഗതി പേർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്ന് ഐ തിങ്ക്. ബിക്കോസ് കുറെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റി. കോൺഫിഡൻസ് കുഡ് ബി ഗിവൺ ടു അവർ മെമ്പേഴ്സ്. So that was the very purpose of this program. I think a lot of it was served. Dr. Ravi, a national representative there. Yeah. Can you hear me? Yeah, sure. Yeah, Dr. Ravi. Yeah, Dinesh. It's a very good, excellent program. But actually, ഈ സെഷൻ അറ്റൻഡ് ചെയ്തതോടുകൂടി പോസിറ്റീവ് ആയാലും ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാം. All aspects are being covered. Excellently presented by you, Antony, Hussain, all. Joseph, thank you so much. Thank you, sir. And thanks, sir. All information, bit information, but that counts a lot. Right. പോസിറ്റീവ് ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. പോസിറ്റീവ് Exactly, that is happened now. Yes. Positive. Good. Okay, sir. Very good job. Excellent. Thank you so much. Yes, Dr. Salil, President of IDEA Vadagara. Yes. Yes, sir. ഞാനൊരു കാര്യം ചെറുതായിട്ട് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വടകര ബ്രാഞ്ച് കേൾക്കാവോ? ഞങ്ങൾ വടകര ബ്രാഞ്ച് വടകര IMA ആയിട്ട് സംസാരിച്ചിട്ട് IMA വടകര ജനതാ ഹോസ്പിറ്റൽ ഒരു FLTC ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് IDA മെമ്പേഴ്സിനും കൂടെ അഡ്മിറ്റ് ചെയ്യാന്നുള്ള ഒരു ഫെസിലിറ്റി അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതില് അവർ ഡിസ്ചാർജ് സമ്മറി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങള് ഇപ്പം സച്ച് അവർക്ക് വലിയ അഡ്മിഷൻസ് ഒന്നും ഇല്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് ബ്രാഞ്ചുകളിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് IDA വടകര IDA വടകര നമുക്ക് അവിടെ അഡ്മിഷൻ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ ഈ ഡിസ്ചാർജ് സമ്മറിയും കൂടെ വാങ്ങിക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നെ അവിടെ ടോട്ടൽ കോസ്റ്റ് 2.5 per day ആണ് അവർ പറഞ്ഞേക്കുന്നത്. റീസണബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ചെറിയൊരു ഈ ഹോപ്പ് മെഡിയുള്ള ആളും കൊറോണ രക്ഷകളുള്ള ആളും ഈ ബിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലുള്ള ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അത് Hussain should take care of that. Okay. Once again, thanks to all of you. Thanks to all the participants for your presence and your contributions. Now, moving to the vote of thanks, may I request Dr. Nikesh Babu, our CDH representative, to do the honors and to do the vote of thanks. Dr. Nikesh, please. Thank you, Dinesh. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഞാൻ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനിടയ്ക്ക് നമ്മൾ മിംസിന്റെ ഒരു ബില്ലിന്റെ കാര്യം ഡിസ്കഷൻ വന്നല്ലോ. അപ്പൊ ഞാൻ മിംസിലെ ഈ കോവിഡിന്റെ സെല്ലിന്റെ ഇൻചാർജ് ആയിട്ടുള്ളത് നമ്മളെ റിയാസിന്റെ കസിൻ ബ്രദറാണ്, ഷംജിത്ത് എന്ന് പറഞ്ഞ. അപ്പൊ പുള്ളിയെ വിളിച്ചു. അപ്പൊ അവിടുത്തെ റേറ്റ് വരുന്നത് പെർ ഡേ 8,000 ആണ്. അത് ഹൈസണിലാണെങ്കിലും മിംസിലാണെങ്കിലും സെയിം റേറ്റ് ആണ് വരുന്നത്. കേൾക്കാമോ? സെയിം റേറ്റ് ആണ് വരുന്നത്. പക്ഷെ ആസ് ഓഫ് നൗ അവിടെ ബെഡ് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ഇന്നലെയും ഇല്ല, ഇന്നും ഇല്ല. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ബെഡ് ഒന്നും ഒഴിവില്ല. അപ്പൊ അവൻ പറയുന്നത് ഇനിയും കൂടുകയാണെങ്കിൽ അവർക്ക് അറൌണ്ട് ഒരു 2,500 സ്റ്റാഫ് ഉണ്ട് മിംസിൽ.
അതിലൊരു 100 ആൾക്കാർക്ക് വന്നാൽ പോലും അവിടെ ബെഡ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഫാമിലിക്ക് പ്രിഫറൻസ് ഉണ്ടാവും. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഫ്യൂച്ചറിൽ പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ഹോം ക്വാറന്റൈൻ അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിനെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ബേബി എനിക്ക് തോന്നുന്നു അവർ ഒരു ഫ്ലോറും കൂടെ ഇപ്പം ഇന്ന് മുതൽ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരിപ്പോ എടുത്തിരിക്കുന്ന പുതിയ ബ്ലോക്കിലെ ടോപ്പ് ഫ്ലോറും ഓൾഡ് ബ്ലോക്കിലെ ടോപ്പ് ഫ്ലോറും ആണ്. അപ്പൊ അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പൊ 83 റൂംസാ ഉള്ളത്. അപ്പൊ അവര് അതിന്റെ കൂടെ വീണ്ടും അതിന്റെ തൊട്ട് താഴത്തെ 2 ഫ്ലോർ എടുക്കാനുള്ള പ്ലാൻ അപ്പൊ ഇന്ന് എടുക്കുന്നുണ്ടെന്ന് ഇന്ന് മുതൽ അവിടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ സെൽഫ് മോണിറ്ററിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് ഈ പൾസ് ഓക്സിമീറ്റർ, BP അപ്പാരറ്റസ്, അതേപോലെ തന്നെ നമ്മുടെ റെഡ് ഫ്ലാഗ് സൈൻസ് ഒക്കെ നമ്മൾ വി ഹാവ് ടു കോൺസ്റ്റന്റ്ലി മോണിറ്റർ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് വരികയാണ്. ബിക്കോസ് ബെഡ്സ് ഒക്കെ ഒരു ഫ്യൂച്ചറിൽ ഇൻ ദ കമ്മിങ് 2 months ഒരു ഇഷ്യൂ ആവും ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, അവരുടെ ഇപ്പൊ ഈ നമ്മുടെ ഹോട്ടലായാലും അവരുടെ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള FLTC ആയാലും ഇനി ഹോസ്പിറ്റൽ റൂംസ് ആയാലും ഇപ്പോൾ അവൈലബിൾ അല്ല. അതൊന്ന് ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്തെന്ന് മാത്രം. ഇനി കമ്മിങ് ടു വോട്ട് ഓഫ് താങ്ക്സ്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഏതെങ്കിലും ഹോട്ടൽസ് അധികം ബിസിനസ് ഇല്ലാതെയുള്ള ഹോട്ടൽസ് നമുക്ക് ഐഡിയ ആയിട്ടൊന്ന് ടൈപ്പ് ആയിക്കൂടെ? അല്ല, ഹോം ക്വാറന്റൈൻ പറയുന്ന സ്ഥിതിക്ക് ഹോം ക്വാറന്റൈൻ ഗവൺമെന്റ് അലൗ ചെയ്തിട്ടുണ്ടല്ലോ. അത് വീട്ടിൽ സൗകര്യം ഇല്ലാത്ത ആളുകൾക്കാണ് ഡോക്ടർ സജീവ്. അതെ, വീട്ടിലെ പ്രായമുള്ള പാരന്റ്സ് ഉണ്ടെങ്കിലോ അതുപോലെ കുട്ടികളുള്ള നമുക്ക് റിസോർട്ട് നോക്കണം, കാപ്പാട് റിസോർട്ട് നോക്കണം. ബെസ്റ്റ് സ്ഥലമാണ് അത്. കുറെ റൂംസ് ഉണ്ട് അല്ലേ? ചിന്തിക്കണം. അതൊക്കെ വേണ്ടി വരും. നമ്മള് കയ്യിൽ കരുതേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കുറയും. അല്ല, ഡോക്ടർ നികേഷ് പറഞ്ഞു ഗവൺമെന്റ് സെറ്റപ്പിനെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലും ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സജഷൻ ആട്ടോ അത്. നല്ല സജഷൻ. ഹോട്ടല് ഷാജോടനായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അക്കോമഡേഷൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുമോ, ഹോട്ടലിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നികേഷ് ഓൾറെഡി ഇപ്പൊ നമുക്ക് സ്പാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കണ്ടായിരുന്നു. സ്പാൻ ഇപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ സംസാരിച്ച് നോക്കണോ? സ്പാനിൽ സംസാരിച്ച് നോക്കണോ? സംസാരിച്ച് നോക്കാലോ. പക്ഷെ നമുക്ക് വേറെ വിഷയം, നമുക്ക് ക്വാറന്റൈൻ മാത്രമേ എന്ത് പറ്റുന്നുള്ളൂ. നമുക്ക് ഇത് പറ്റില്ലല്ലോ. നമുക്ക് അതിന് നമ്മൾ ആദ്യം ഒരു ഹോട്ടൽ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ത്രൂ അവര് ഡയറക്റ്റ് ചെയ്യുന്ന മാതിരി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒരു കാര്യം, അതെ, ഇപ്പൊ എന്റെ ഹോസ്പിറ്റലില് രണ്ട് ഡോക്ടർമാർ ഇപ്പൊ പോസിറ്റീവ് ആയിട്ട് അവര് രണ്ടുപേരും ഇപ്പൊ വീട്ടിലാണ് ക്വാറന്റൈൻ ചെയ്യുന്നത്. ഇപ്പൊ അവര് പോസിറ്റീവാണ്. അവര് ഒരു മാഡം 4 ദിവസം കണ്ണൂർ മിംസിൽ നിന്ന് പിന്നെ ഫീവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിംറ്റംസ് കുറഞ്ഞതുകൊണ്ട് അവര് വീട്ടിൽ പോകാൻ അലോ ചെയ്തു. മറ്റേ ഡോക്ടർ വീട്ടിൽ നിന്ന് പോയിട്ടില്ല, വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അലോ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തി നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. അതാ ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 3 days വിൽ ഹാവ് ടു സ്പെൻഡ് ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇഫ് വി കാൻറ്റ് ഗോ ഹോം, അതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ തരത്തിലുള്ള ഹോട്ടൽസ് ഓർ റിസോർട്ട്സ് ക്യാൻ ബി കൺസിഡേർഡ്. അതാണ് ഒന്ന് സംസാരിച്ച് വെക്കുന്നത് നന്നായിരിക്കും. സജു അതിനകത്ത് പ്രശ്നം എന്താ, നമ്മളിപ്പം ഈ ഫംഗ്ഷൻ ചെയ്യാത്തൊരു ഹോസ്പിറ്റൽ നമ്മളിപ്പം എടുത്ത് നമ്മൾ റെന്റ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് മെമ്പേഴ്സ് വരാണ്ട് ഇല്ലാത്ത അവസ്ഥയിലും നമ്മൾ റെന്റ് കൊടുത്തോണ്ടിരിക്കേണ്ടി വരില്ലേ? അല്ല, അത് ഡോക്ടർ ഷാജു, അത് നമ്മൾ ടൈപ്പ് ആക്കി വെക്കുക. അസൈൻമെന്റ് റെക്കോർഡ് എന്നുള്ള കണ്ടീഷനെ വെക്കാൻ പറ്റും. ആ സമയത്ത് നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ തലശ്ശേരിയില് ഞങ്ങളൊക്കെ മറ്റേ അക്കോമഡേഷൻ തന്നിരുന്ന ഹോട്ടൽ പാർക്കുമായിരുന്നു. ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ഫ്ലോറ് NRIസിനൊക്കെ ക്വാറന്റൈനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവർ ചെയ്തു. അത് ത്രൂ ഗവൺമെന്റ് അല്ല, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സെൽഫ് ക്വാറന്റൈനിൽ പോവില്ലേ, അങ്ങനെ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫ്ലോർ മാറ്റി വെച്ചിരിക്കുകയാണ്. ആൾക്കാരില്ല. നമ്മളെ ഇപ്പൊ കോവിഡ് പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തില് ഐഡിയ മലബാർ മെമ്പേഴ്സിന് ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൂടെ എന്നുള്ളൊരു വെബിനാർ സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ
കൂടെ വെബിനാർ സീരീസിൽ നമ്മൾക്കൊപ്പം ജോയിൻ ചെയ്ത സ്റ്റേറ്റ് പ്രസിഡന്റ് ജോസഫ് സിസി, ഡോക്ടർ ജോസഫ് സിസി ആദ്യമായി നന്ദി പറയട്ടെ. പിന്നെ ഇന്നത്തെ വെബിനാറിലെ പാനലിസ്റ്റുകളായ ഐഡിയ മലബാർ പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ്, പാസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ, ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ആന്റണി തോമസ്. ഒരു വളരെ നല്ലൊരു എക്സലന്റ് ഒരു സെഷൻ ആയിരുന്നു പാനലിസ്റ്റുകളുടെ വകയായിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചു എന്ന് തന്നെ കരുതട്ടെ. പിന്നെ നമുക്കൊപ്പം പങ്കുചേർന്ന വടകര താമരശ്ശേരി കോവിഡ് റെസ്പോൺസ് ടീം മെമ്പേഴ്സ്, പിന്നെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത ഉണ്ണിക്കും നന്ദി പറയാം. പിന്നെ നമ്മുടെ 2 പ്രൊഫഷണൽ കൊളീഗ്സ് നമുക്കൊപ്പം അവരുടെ കോവിഡ് അനുഭവങ്ങൾ പങ്കുവെച്ചു, ഡോക്ടർ പ്രിൻസ് ആൻഡ് ഡോക്ടർ ബിനു. അവർക്കും CDHന്റെ പേരിൽ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ കോവിഡിന്റെ സമയത്ത് നമുക്കെല്ലാം പാങ്ങായും തണലായിട്ട് നിന്ന് നമ്മളെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഡോക്ടർ ഷാജു, ഡോക്ടർ നവജീഫ്, അവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി CDHന്റെ ഭാഗത്തുനിന്ന്. ഈ കൂടെ വെബിനാർ സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല, ഞങ്ങൾ ഇനിയും കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ കോവിഡ് വന്ന പേഷ്യൻസിൽ ഒരു 10% പേരിലെങ്കിലും പൾമണറി ഫൈബ്രോസിസ് വരുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ലങ്സിനെ ഇത് കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള നിലയിൽ നമ്മളൊരു യോഗ സീരീസ് വിത്ത് ഇഷ ഫൗണ്ടേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ മെമ്പേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും ആ ഒരു കാര്യത്തിലും ജോയിൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഹലോ രാജോട്ടാ, ഒരു കാര്യം കൂടി പറഞ്ഞോ. നമ്മൾ ഇന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സൂമിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ മറക്കും. അപ്പൊ ഇതിന്റെ പോയിന്റ്സ് അല്ല അത് മാത്രമല്ല, നമുക്ക് ഒരു ചെറിയൊരു പോയിന്റ്സ് പോലെ എഴുതിയിടണം. പ്രൈമറി കോൺടാക്ട്, സെക്കൻഡറി കോൺടാക്ട്, ദെൻ കംസ് ദ പോസിറ്റീവ് ആവുക. പോസിറ്റീവ് ആയ ഫസ്റ്റ് എന്ത് ചെയ്യണം, സെക്കൻഡ് എന്ത് ചെയ്യണം, തേർഡ് എന്ത് ചെയ്യണം, ഫാമിലി മെമ്പേഴ്സിന് എന്ത് ചെയ്യണം. അങ്ങനെ നമ്മളൊരു പോയിന്റ്, ഒരു ബുള്ളറ്റ്സ് ഇട്ടിട്ട് ഒരു 4-5 അല്ല ഒരു 10 പോയിന്റ്സ്. അത് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം, ഹോസ്പിറ്റൽസിൽ എവിടെ, ടെസ്റ്റുകൾ എവിടെ ചെയ്യണം, ക്വാറന്റൈൻ എവിടെ ചെയ്യണം, ഡിസ്ചാർജ് എങ്ങനെ, അത് കഴിഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിം, ഇതിന്റെ കാര്യങ്ങൾ ഒരു 1, 2, 3, 4 നമ്പർ ബുള്ളറ്റ്സ് ഇട്ടിട്ട് എഴുതി നമുക്കൊന്ന് ഗ്രൂപ്പ്സിൽ ഇട്ടിരുന്നെങ്കിൽ നന്നായിരിക്കും. സമീറൊക്കെ ആണെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഒരു ക്യാപ്സ്യൂളിന്റെ ആണെങ്കിൽ ദിനേശേട്ടനെ ഏൽപ്പിച്ചാ പോരെ? അതല്ല നല്ല ദിനേശായിട്ടൊന്ന് ഷെയർ ചെയ്താൽ മതി. അപ്പൊ ഞാനത് ഫുള്ള് കേട്ടില്ല, ഞാൻ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ മിസ്സായി, അതാണ്. ശരി, സന്തോഷം. ഓക്കെ ബൈ എല്ലാവരും. താങ്ക് യു ആനന്ദ് ഓൾ. ബൈ.